ഒന്നര പടം ചെയ്ത ആള് ഒരു പടം ഹിറ്റായി കഴിഞ്ഞാൽ രണ്ടാമത്തെ പടത്തിന് ചോദിക്കുന്ന 1 കോടി രൂപ 1.5 കോടി രൂപയാണ്. ഇത് തമിഴും തെലുങ്കും ഒന്നുമല്ല. ഈ പടങ്ങൾ ഓടി ഞങ്ങൾ ഇനിയിപ്പോൾ കളക്ഷൻ വെളിവിടാൻ പോവുക എല്ലാ മാസവും. ഇവരൊക്കെ പറയുന്നത് 100 കോടി ഒരു പടം കാണിച്ചു തരട്ടെ, വെല്ലുവിളിക്കാൻ ഞാൻ ഇവിടുത്തെ ആർട്ടിസ്റ്റിന് 100 കോടി രൂപ ഷെയർ വന്ന പടം ഞങ്ങൾ ഷെയറാണ് കൂട്ടുന്നത്, അല്ലാതെ ഈ ലോകത്തുള്ള കോസ്റ്റ് ഒന്നുമല്ല കൂട്ടുന്നത്. ഷെയർ വന്ന 100 കോടി ക്ലബിൽ വന്ന ഒരു പടം പറയട്ടെ. എമ്പുരാന്റെ ടീസർ പുറത്തു വന്ന് ഇന്ന് കൃത്യം 1 മാസം. ടീസർ പുറത്തു വന്ന് 10 ദിവസത്തിനുള്ളിലാണ് എമ്പുരാന്റെ ബജറ്റും താരങ്ങളുടെ ഉയർന്ന പ്രതിഫലവും അടക്കം വിമർശിച്ചുകൊണ്ട് ഒപ്പം സിനിമാ സമരവും പ്രഖ്യാപിച്ച ജി സുരേഷ് കുമാറിന്റെ വാർത്താ സമ്മേളനം. തൊട്ടുപിറകെ സുരേഷ് കുമാറിനെ തള്ളി ആന്റണി പെരുമ്പാവൂരിന്റെ FB പോസ്റ്റ്. ആന്റണിയെ തോളിലേറ്റി മലയാളത്തിലെ യുവതാരനിര. വിട്ടുകൊടുക്കാതെ സുരേഷ് കുമാറും സംഘവും. ഒടുവിൽ മാർച്ച് 27-ന് സൂചനാ പണിമുടക്കുന്ന അഭ്യൂഹങ്ങളും അത് എമ്പുരാനെ പൂട്ടാനാണോ എന്ന ചോദ്യങ്ങളും. ഒന്നുമുണ്ടായില്ല. തൽക്കാലത്തേക്ക് വെടിനിർത്തലെന്ന് പ്രഖ്യാപിച്ച് ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റും പിൻവലിച്ചു. സൂചനാ പണിമുടക്കോ പ്രതികാരത്തിനോ ഇല്ലെന്ന് നിർമ്മാതാക്കളും അറിയിച്ചു. ഇനി ഒരുമിച്ച് സർക്കാരിനെതിരെ സമരമോ അല്ലെങ്കിൽ ചർച്ചയോ നടത്താം. സുരേഷ് കുമാറിന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞ് 2 ദിവസം തൊട്ട് തുടങ്ങി ഇന്ന് വരെ നീണ്ടുനിന്ന എമ്പുരാൻ ക്യാരക്ടർ പോസ്റ്റർ ക്യാമ്പയിനും ഇന്ന് അബ്രഹാം ഖുറേഷിയുടെ സ്റ്റില്ലോടെ പൂർണ്ണമായിരിക്കുന്നു. കാണാത്ത ചില ക്ലൈമാക്സുകളുണ്ടോ ഈ പാളയത്തിൽ പടയിൽ? ഈ കണ്ട കോലാഹലമെല്ലാം നടത്തിയത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കാനായിരുന്നു. താരപ്രതിഫലത്തിലെ പ്രതിഷേധവും 100 കോടി ക്ലബ്ബ് പ്രചാരണവും കെട്ടടങ്ങിയോ? അതോ ഇൻകം ടാക്സ് പേടിയിൽ മുട്ടുമടക്കിയോ താരങ്ങൾ? ജയിച്ചത് താരങ്ങളോ നിർമ്മാതാക്കളോ? നടന്നത് സമരമോ സമര നാടകമോ സിനിമാ പ്രമോഷനോ? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. സിനിമാ മേഖലയിലെ വിദഗ്ധരും സിനിമാ നിരൂപകരടക്കമുള്ളവരും പാനലിസ്റ്റിൽ ചേരുന്നു. തിരക്കഥാകൃത്ത് വിനു കിരിയത്തും ഒപ്പം സിനിമാ നിരൂപകൻ ആദർശും സ്റ്റുഡിയോയിൽ നിന്ന്, സംവിധായകൻ ജോസ് തോമസും PRO പ്രതീഷ് ശേഖറും വിവിധയിടങ്ങളിലായി നമുക്കൊപ്പം ചേരും. ഫോണിൽ നടൻ വിനു മോഹൻ, നിർമ്മാതാവ് സജി നന്ദ്യാട്ട്, സംവിധായകൻ വിനയൻ എന്നിവരെയും പ്രതീക്ഷിക്കുന്നു. വിനു കിരിയത്തും ആദർശിലേക്കും കടക്കുന്നതിന് മുൻപ് നടൻ അമ്മ ഭാരവാഹി കൂടിയായ വിനു മോഹൻ നമുക്കൊപ്പം ചേരുന്നു. വിനു, ഒരു സിനിമാ തർക്കത്തിലേക്കൊക്കെ താരങ്ങളും നിർമ്മാതാക്കളും പോകുകയാണോ? ഇത് ഏത് തരത്തിൽ സിനിമയെ ബാധിക്കും? എങ്ങനെ ഒരു സിനിമാ പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ള ചോദ്യങ്ങൾക്കിടയിൽ വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ നാടകീയമായി അതെല്ലാം അവസാനിച്ചിരിക്കുന്നു. ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ പിൻവലിക്കുന്ന ഒരു സാഹചര്യം. സ്വാഭാവികമായിട്ട് ഈ പോസ്റ്റിനെ പിന്തുണച്ചുകൊണ്ട് സിനിമാ താരങ്ങളിട്ട ആ പോസ്റ്റ് റീഷെയർ എല്ലാം ട്രോളുകളായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്. ഈ മിനിറ്റിൽ പോലും, ഈ ചർച്ച നടക്കുന്ന ഈ സമയത്ത് പോലും താരങ്ങൾ മുട്ടുമടക്കി, തോറ്റുപോയി, കീഴടങ്ങി എന്ന തരത്തിലുള്ള കളിയാക്കലുകളുണ്ട്. അതാണോ സത്യം? നമസ്കാരം. ഇതിലിപ്പം താരങ്ങൾ തോറ്റുപോയി എന്ന് പറയുന്ന രീതിയിലല്ലോ ഇപ്പം താരങ്ങൾക്കെതിരെയല്ല ഒരു സമരം പ്രഖ്യാപിച്ചത്. അവർ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പറയുന്ന ടാക്സിനെതിരെയും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ പ്രസ് മീറ്റുകളിൽ പറഞ്ഞിട്ടുള്ളതും പിന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതൊരു ഇപ്പം ആൻചേട്ടനും അല്ലെങ്കിൽ സുരേഷ് ഒക്കെ ആയിട്ടുള്ള തർക്കം എന്നൊക്കെ പറയുന്നത് അത് ഒരു ചുറ്റും ഒരു എന്താ പറയാ, ഒരു മേശയുടെ അപ്പുറത്ത് സംസാരിച്ചാൽ തീരാവുന്ന ഇഷ്യൂ ഉള്ളൂ. അത് ആ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ കാര്യവുമാണ്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്. കാരണം സിനിമയിലെ സംഘടനകളെല്ലാം സിനിമയുടെ ഒരു ഉന്നമനത്തിന് വേണ്ടിയാണ്. കാരണം ഇതിനുണ്ടാവുന്ന പ്രശ്നങ്ങളും ഇതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് എല്ലാ സംഘടനകളും. ആ ഒരു ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു വളർച്ചയ്ക്കായിട്ടാണ്. അപ്പം അതിനു വേണ്ടി എല്ലാവരും ഒരു സാഹോദരിക ഐക്യം വേണം. തർക്കങ്ങൾ ഉണ്ടാവാം, തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ അത് അൾട്ടിമേറ്റ് ഒരു ദിവസം അത് ഒരുമിച്ചായി അത് വളരെ കൃത്യമായിട്ടൊരു ഒറ്റ തീരുമാനത്തിലേക്ക് മാറുക എന്നുള്ളതാണ് എപ്പോഴും കണ്ടുവരുന്നതും. പല തർക്കങ്ങളുണ്ടെങ്കിലും അതെല്ലാം പല രീതിയിൽ നമുക്കത് മാറി വന്നിട്ടുണ്ട്. ഇതും ആ ഒരു നല്ല രീതിയിൽ തന്നെ മാറി വന്നു. അല്ലെങ്കിൽ ഈ വലിയ പ്രശ്നങ്ങളില്ലാതെ ഇത് അവസാനിക്കുന്നു എന്നറിയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പിന്നെ അത് ചർച്ച ചെയ്യാം. നമുക്ക് എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരമില്ലാത്ത ഒരു പ്രശ്നങ്ങളുമില്ല. അത് കൃത്യമായി ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ട് തന്നെ അത് മാറും തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതോടൊപ്പം തന്നെ വിനു, ഈ ഒരു ED റെയ്ഡ് നടക്കുകയുണ്ടായി ആന്റണി പെരുമ്പാവൂരിന്റെ വസതിയിൽ. അതിന് തൊട്ടുപിറകെയാണല്ലോ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലൊരു കീഴടങ്ങൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ അതാണ് കാരണം. പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ, ഒരു ഇൻകം ടാക്സ് പേടിയിലൊക്കെയായി താരങ്ങൾ. അതുകൊണ്ട് ഈ പുറത്തേക്ക് കണക്കുകൾ പുറത്തുവിടും എന്നുള്ള സുരേഷ് കുമാറിന്റെ ആ പ്രസ്താവനയിലൊക്കെ ഭയന്നുപോയി. അത്തരത്തിലുള്ള ഒരു കീഴടങ്ങലൊക്കെ താരങ്ങൾ നടത്തി, കോംപ്രമൈസിന് നിന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. കണ്ണടച്ച് തള്ളുന്നു അതല്ല? അല്ല, അതിനെപ്പറ്റി ഇപ്പം ED അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. ഞാനത് അറിഞ്ഞിട്ടുമില്ല. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ എനിക്കറിയില്ല. പിന്നെ ഇതിലിപ്പോ ആന്റണി ചേട്ടൻ പ്രൊഡ്യൂസർ അസോസിയേഷനിലെ മെമ്പർ തന്നെയാണ്. താരങ്ങൾക്കെതിരെ അല്ല, ഇത് അവര് ഇൻസൈഡിൽ അവരുടെ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ഉണ്ടായ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ
ഇപ്പം നമ്മൾ അമ്മ അസോസിയേഷനെ സംബന്ധിച്ച് അമ്മയിൽ വന്ന കാര്യങ്ങൾ കൃത്യമായി നമ്മളൊരു പത്രക്കുറിപ്പിൽ കൃത്യമായ കാര്യങ്ങൾ സംസാരിച്ചതുമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അമ്മയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെ ഒരു പത്രക്കുറിപ്പിൽ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അതിനിപ്പം ബാക്കിയുള്ള കുറച്ച് തീരുമാനങ്ങൾ കാര്യങ്ങൾ പറയാനുള്ളത് അത് ജനറൽ ബോഡി കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ എന്നും അതിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അതിനകത്ത് എനിക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ ഒരു കാര്യം വലുതാക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഈ കാര്യങ്ങൾ രമ്യതയോടെ പരിഹരിച്ച് അതിനൊരു നല്ല തീരുമാനത്തിലേക്ക് എത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അതാണ് ഒരു ഇൻഡസ്ട്രിക്കും നല്ലത്. കാരണം ഇപ്പം എമ്പുരാനാണെങ്കിലും വരുന്ന സിനിമകളാണെങ്കിലും ഇപ്പം എമ്പുരാൻ ശരിക്കും നമുക്കൊരു വലിയ രീതിയിൽ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. അതേപോലെ ഒരുപാട് സിനിമകൾ മലയാളത്തിൽ വരുന്നുണ്ട്. അപ്പം ഈ സിനിമകൾക്കെല്ലാം ഇങ്ങനെ ഒരു സമരം വരികയും അല്ലെങ്കിൽ ഇഷ്യൂസ് വരികയും ചെയ്യുമ്പോൾ ഇത് ബാധിക്കപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അവരെ നമ്മൾ കണ്ടിട്ട് വേണം നമ്മളൊരു സമരത്തിലേക്ക് ഇറങ്ങാനോ, അല്ലെങ്കിൽ ഇതിപ്പം ഒരു ലെവലിന് മുകളിൽ അല്ലെങ്കിൽ എന്താ പറയുക സാമ്പത്തികമായി ഒരുപാട് കഷ്ടത അന്നത്തെ വരുമാനം സിനിമയിൽ നിന്ന് ഒരു ദിവസം ഷൂട്ട് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ സിനിമകൾ സജീവമായി പോകുമ്പോൾ ജീവിതമാർഗം ഉള്ള ഒരുപാട് ടെക്നീഷ്യൻസും അല്ലെങ്കിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നവർ വരെ സിനിമയിലുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ വരുമാനത്തിൽ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ് ഒരു സമരം ആ രീതിയിലേക്ക് പോകുമ്പം അത് വലിയൊരു പ്രശ്നത്തിലേക്കായിരിക്കും പോവുക അവരുടെ ജീവിതത്തിൽ. അപ്പൊ ആ തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാതെ വളരെ രമ്യമായി ഇത് പരിഹരിച്ച് പോവുക എന്നുള്ളത് തന്നെയാണ് ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ എന്റെ അഭിപ്രായം അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. പിന്നെ ഒറ്റ കാര്യം കൂടെ, എമ്പുരാനെ പറഞ്ഞതുകൊണ്ട് എമ്പുരാന്റെ ടീസർ തൊട്ട് ഇന്നിപ്പോ ക്യാരക്ടർ പോസ്റ്റർ ക്യാമ്പയിൻ പൂർണ്ണമായിരിക്കുന്ന ദിവസമാണ്. എമ്പുരാൻ ഈ ദിവസങ്ങളിലെല്ലാം നല്ലതിനാണെങ്കിലും ചീത്തതിനാണെങ്കിലും എന്ത് തരം വിവാദമാണെങ്കിലും പബ്ലിസിറ്റി സിനിമയ്ക്ക് നല്ലതാണ്. ഇത്രയും ദിവസങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു എമ്പുരാൻ. എമ്പുരാനെ പൂട്ടാനാണ് ഈ സിനിമ തർക്കവും വിമർശനവും എല്ലാം ഉണ്ടായത് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പലതരത്തിൽ വന്നിരുന്നു. ഒരു സിനിമയ്ക്കകത്ത് നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ അങ്ങനെ വിനു ഏതെങ്കിലും മിനിറ്റിൽ കരുതിയിരുന്നോ? അല്ല, അങ്ങനെ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതാ പറഞ്ഞത്, നമുക്ക് ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ അത് ചിലപ്പം ഒരാൾ പറയുന്ന അതേ കാര്യം ആയിരിക്കില്ല ചിലപ്പം വേറൊരു രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുക. ആ തരത്തിലുണ്ടായിട്ടുള്ളൊരു പ്രശ്നങ്ങളായിട്ട് ഇത് വന്നിട്ടുള്ളൂ. ഇതിനെ രമ്യമായിട്ട് പരിഹരിക്കുന്നുണ്ട്. അതിപ്പം എമ്പുരാൻ സിനിമ കൊണ്ട് അല്ലെങ്കിൽ എമ്പുരാനെ പൂട്ടുക അങ്ങനെയൊക്കെ പറയുന്നതിനോട് എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. അതിനെപ്പറ്റി അതിനൊരു യോജിപ്പ് എനിക്കില്ല. റൈറ്റ്, ഓക്കെ, നന്ദി. വിനു മോഹനാണ് പ്രതികരിച്ചത്. ശ്രീ വിനു കരിയത്ത്, സിനിമാ സമരം പ്രഖ്യാപിക്കുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട കാതലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. സർക്കാർ പരിഗണിക്കുന്നില്ല. സർക്കാരാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോഴേക്കും ഇതിനകത്ത് ഒരു പാളയത്തിൽ പടയാണെന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ട് പിന്നീട് ഫേസ്ബുക്ക് പോസ്റ്റും അത് റീഷെയറിംഗും ഒക്കെ നടക്കുന്നു. തൽക്കാലം ഒരു ക്ലൈമാക്സോ ആന്റി ക്ലൈമാക്സോ എന്തോ ഒരു നല്ല കാര്യം ഇപ്പോൾ തൽക്കാലത്തേക്ക് സിനിമയ്ക്ക് സംഭവിച്ചിരിക്കുന്നു. ഇതിനിടയിൽ സിനിമ എമ്പുരാന്റെ പ്രൊമോഷനൊക്കെ ഒരു വശത്ത് നടക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴത്തെ ഈ വെടിനിർത്തൽ സംഭവിക്കുമ്പോൾ എന്തിനായിരുന്നു ഈ ബഹളമൊക്കെ ഉണ്ടായത്? ഇതുകൊണ്ട് ആർക്കാണ് ഗുണം കിട്ടിയത്? ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കണം എന്നത് മാത്രമായിരുന്നു ഇത്രയും വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയതിന് കാരണം? നോക്കൂ, ഇപ്പം തന്നെ നിങ്ങളുടെ ഒരു ക്യാപ്ഷൻ എന്ന് പറഞ്ഞത് കീഴടങ്ങിയതാരും ജയിച്ചതാരും. ഇവിടെ ആരും കീഴടങ്ങിയിട്ടില്ല. ഇവിടെ ജയവും പരാജയവും ഒന്നും അല്ല വിഷയം. ആൻ്റണി പെരുമ്പാവൂരായാലും സുരേഷ് കുമാറായാലും ഇവർ രണ്ടുപേരും ഇൻഡസ്ട്രി നന്നാവണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നവരാണ്. അവർക്കൊന്നും ഇൻഡസ്ട്രിയോട് ഒരു ശത്രുതയുമില്ല. സർക്കാരിന് കാലാകാലങ്ങളായിട്ട് കൊടുക്കുന്ന നിവേദനങ്ങൾക്കൊന്നും ഒരു മറുപടിയും കിട്ടാത്തതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു സമരത്തിൻ്റെ ചർച്ചയിലാണ് പറയുന്നത് സിനിമയുടെ കോസ്റ്റ് വളരെയധികം കൂടുന്നു, അനാവശ്യ ചെലവുകൾ കുറയ്ക്കണം എന്നെല്ലാം സുരേഷ് കുമാർ മാത്രമല്ല പറഞ്ഞത്. സിനിമാ മേഖലയിലെ താരങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ സംഘടനയുടെയും തലപ്പത്തിരിക്കുന്നവർ ചേർന്ന് ചർച്ച ചെയ്തതിൽ പുറത്തു വന്നപ്പോൾ സുരേഷ് കുമാറാണത് മൈക്കിലൂടെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ ഇവിടെ ശ്രമിച്ചത് സിനിമാക്കാരല്ല, ഇവിടുത്തെ സോഷ്യൽ മീഡിയയും ഇവിടുത്തെ മാധ്യമങ്ങളും തന്നെയാണ്. അന്ന് ഇതേ ന്യൂസ് 18 ഡിബേറ്റിൽ ഞാൻ പറഞ്ഞിരുന്നു, നാളെ ആൻ്റണി പെരുമ്പാവൂരും സുരേഷ് കുമാറും കൂടെ തോളിൽ കൈയിട്ട് നടക്കുന്ന നമുക്ക് കാണാൻ. കാരണം ഇത് വെറും ചർച്ചകളാണ്. ഇത് എരുതിയിൽ എണ്ണ ഒഴിക്കാൻ ഒരുപാട് പേര് ശ്രമിച്ചു. ആ മോഹൻലാലും സുരേഷ് കുമാറും കൂടെ ഇപ്പം അങ്ങോട്ട് അടിച്ച് പിരിയും എന്നൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചെങ്കിൽ ഞാൻ അന്നും പറഞ്ഞു സുരേഷ് കുമാറും മോഹൻലാൽ എന്നൊക്കെ പറയുന്നത് ഒരു കാലത്തും അവരുടെ സൗഹൃദം വേറെ, അഭിപ്രായങ്ങൾ വേറെ, അങ്ങനെയൊന്നും തീരുന്നൊന്നുമല്ല അവരുടെയൊക്കെ സൗഹൃദം എന്ന് പറയുന്നത്. ആൻ്റണി പെരുമ്പാവൂരിനെ പോലെ ഒരു നിർമ്മാതാവുള്ളതുകൊണ്ട് എത്ര പേര് ജീവിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. അതുപോലെ സുരേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ സുരേഷ് കുമാർ സംസാരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? മൊത്തം ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടാണ്. പുള്ളി സ്വാർത്ഥനല്ല. സ്വാർത്ഥന്മാരെപ്പോഴും നമ്മളെന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ ഇടപെടുന്നത്? താരങ്ങളെ സൂചിപ്പിക്കുക അല്ലെങ്കിൽ സംവിധായകരെ സൂചിപ്പിക്കുക. സുരേഷ് കുമാർ അങ്ങനെയല്ല. ആ ഇൻഡസ്ട്രിയോട് കൂറുള്ളത് കൊണ്ട് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ കണക്കുകൾ, കാരണം 100 കോടി കളക്ട് ചെയ്തു. എവിടെ കളക്ട് ചെയ്തു? നോക്കൂ, 30% സർക്കാരിന് പടം പൊട്ടിയാലും വിജയിച്ചാലും എല്ലാം സർക്കാരിന് മിനിമം ഒരു ഗ്യാരണ്ടി തിയേറ്ററിന് പൈസ വരുന്നുണ്ട്. ആ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. എപ്പോഴും ചർച്ച ചെയ്യാം എന്ന് പറയുന്നതല്ലാതെ. പിന്നെ ഇവിടെ എല്ലാവരും വിചാരിച്ചിരിക്കുന്ന സിനിമ പ്രശ്നം തീർന്നിട്ടില്ല. ആൻ്റണി പെരുമ്പാവൂർ നിർമ്മാതാക്കളുടെ സംഘടനയിലുള്ള ഒരാൾ
FB-യിൽ അവർക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ തീർച്ചയായിട്ടും ആ സംഘടനയ്ക്ക് അത് വേദന ഉണ്ടാക്കും. അത് പിൻവലിക്കണമെന്ന് ഒരാഴ്ചക്കകത്തെന്ന് പറഞ്ഞു. ആന്റണി തീർത്തു സുരേഷ് കുമാർ എന്ന് പറഞ്ഞല്ലോ, ഞങ്ങളുടെ സൗഹൃദത്തിന് താരങ്ങളും അല്ലെങ്കിൽ താരസംഘടനയും നിർമ്മാതാക്കളുടെ സംഘടനയും അത് തമ്മിൽ കൃത്യമായ റിഫ്റ്റ് ഉണ്ടെന്ന് ഇപ്പൊ ആന്റണി പെരുമ്പാവൂർ ഒരു പോസ്റ്റ് ഇടുന്നു, അത് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് പിൻവലിക്കുന്നു. അതല്ല ഉണ്ടായത്. ഈ പോസ്റ്റ് മുഴുവൻ റീഷെയർ ചെയ്തുകൊണ്ട് മോഹൻലാൽ തൊട്ടിങ്ങ് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയേറെ സൗഹൃദമുള്ള സുരേഷ് കുമാറും മോഹൻലാലും ഇല്ല, ആ മോഹൻലാൽ തന്നെ ഷെയർ ചെയ്തുകൊണ്ട് പോസ്റ്റ് ഇടുകയും ചെയ്യുമ്പോൾ നിലപാട് വ്യക്തമാക്കുകയാണ്. അമ്മ ഇടഞ്ഞ നിൽക്കുന്നത് എന്ന് വളരെ വ്യക്തമായിരുന്നു. അത് തീർന്നോ? നോക്കൂ, അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം എന്ന് പറയുന്ന പോലെ എല്ലാവരും സുരേഷ് കുമാറിൻ്റെ കൂടെ നിൽക്കണമെന്നോ എല്ലാവരും ആന്റണി പെരുമ്പാവൂരിൻ്റെ കൂടെ നിൽക്കണമെന്നോ വാശി പിടിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളിടത്ത് കുറേ പേര് അവരുടെ കൂടെ നിൽക്കും, കുറേ പേര് ഇവിടെ നിൽക്കും. ആന്റണി പെരുമ്പാവൂരിനെ സംബന്ധിച്ചിടത്തോളം സുരേഷ് കുമാറിന്റെ കൂടെ എത്ര താരങ്ങൾ നിന്നു? അതാണ് ഞാൻ പറഞ്ഞത്. നോക്കൂ, ഒരു സംഘടനയ്ക്കകത്ത് നിന്നും കൊണ്ട് അവർക്ക് അവരുടെ സംഘടനയ്ക്ക് വേണ്ടിയേ നിൽക്കാൻ പറ്റുള്ളൂ. ഉള്ളുകൊണ്ട് ചിലപ്പോൾ നേരിട്ട് സുരേഷ് കുമാറിനെ വിളിച്ച് പറഞ്ഞവർ കാണും. ഇത് വഴക്കല്ല. നോക്കൂ, ഇത് അഭിപ്രായങ്ങളാണ്. സിനിമ ഇൻഡസ്ട്രിക്ക് വേണ്ടി വഴക്കാക്കാൻ ശ്രമിച്ചവരെയാണ് ഞാൻ ഈ പറയുന്നത്. അത് നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ എമ്പുരാൻ എന്ന സിനിമയുടെ പ്രൊമോഷനാണോ നിങ്ങൾ ചോദിക്കുന്നില്ലേ? ആ പടത്തിനൊന്നും ഇനി പ്രൊമോഷൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. കാരണം മോഹൻലാൽ എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ അഭിനയിക്കുന്ന, പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രമൊക്കെ ഏകദേശം ഇന്ത്യൻ സിനിമ മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞൊരു സംഭവത്തിന് നമ്മൾ പ്രൊമോഷൻ കൊടുത്തൊന്നും വിജയിപ്പിക്കേണ്ട പടമല്ല. ഫസ്റ്റ് ഡേ ജനം തന്നെയാണ് സിനിമ വിജയിപ്പിക്കുന്നതും തോൽപ്പിക്കുന്നതും. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ ജനം വിധി എഴുതും. അതുകൊണ്ട് അത് പ്രൊമോഷന് വേണ്ടിയിട്ടാണ് സുരേഷ് കുമാർക്ക് ചെയ്യുന്നത്. സുരേഷ് കുമാറിൻ്റെ പടത്തിന് വേണ്ടിയിട്ട് പോലും ഇത്രയും പ്രൊമോഷൻ ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ സുരേഷ് കുമാർ പറയുന്നത് നമ്പർ ഓഫ് ഡേയ്സ് ഷൂട്ടിംഗ് കൂടുന്നു, കോസ്റ്റ് കുറയ്ക്കണം, താരങ്ങൾ കുറയ്ക്കണം, നേടുന്ന നിർമ്മാതാക്കൾ വളരെ കുറവാണ്, അതുകൊണ്ട് പരസ്പരം സഹകരിക്കണം എന്നൊരു ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് അത് ഇത്തരത്തിലേക്കൊക്കെ വഴക്കായി മാറി. ആ വഴക്ക് ഇവിടെ തീർന്നു. ഭയങ്കര സന്തോഷം, വഴക്ക് തീർന്നു. ആഗ്രഹിച്ചവരൊക്കെ ഇപ്പൊ ഇടാനായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, അല്ല, ഒറ്റ കാര്യം കൂടി ശ്രീ വിനുകുര്യത്ത്, അതാക്കി മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നു. സുരേഷ് കുമാറിന്റെ വാർത്താ സമ്മേളനം വരുന്നു, ആന്റണി പെരുമ്പാവൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരും, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടാണ് ചർച്ച നടന്നത്. പക്ഷേ ഓൺലൈനിലൊക്കെ വലിയൊരു ക്യാമ്പയിൻ നടക്കുന്നു. എമ്പുരാനെതിരെയുള്ള നീക്കമാണോ നടക്കുന്നത്? ഇതിനൊക്കെ ചുവട് പിടിച്ചിട്ടാണ് മെയിൻ സ്ട്രീം മീഡിയയിലൊക്കെ വാർത്ത തന്നെ വരുന്നത്. എമ്പുരാനെ തകർക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് സുരേഷ് കുമാറും സംഘവും എന്നതടക്കമുള്ള ഒരു വാർത്ത വരുന്നത്. സ്വാഭാവികമായിട്ടും അത് പടത്തിന് ദോഷമല്ല, ഗുണമാണ് വരുത്തുക. അങ്ങനെ ഒരു ക്യാമ്പയിനൊക്കെ നടക്കുന്നതിന്റെ പിറകിൽ ആരായിരിക്കും, എന്തായിരിക്കും? ഈ പറയുന്ന പോലെ ഇത്രയും സ്നേഹമാണ് സിനിമാ മേഖലയിലുള്ളവർ തമ്മിലെങ്കിൽ നോക്കൂ, ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് എമ്പുരാൻ എന്നൊരു സിനിമ ഇവിടെ ഒരു മാറ്ററേ അല്ലല്ലോ. എമ്പുരാൻ ഓട്ടോമാറ്റിക്കായിട്ട് കയറി വന്നത് ആന്റണി പെരുമ്പാവൂർ ആ ഒരു മെസ്സേജ് ഇട്ടപ്പോൾ തൊട്ടാണ്. അതുവരെ സുരേഷ് കുമാർ എമ്പുരാൻ എന്നൊരു സാധനമേ പറഞ്ഞിട്ടില്ലല്ലോ. സിനിമ ഇൻഡസ്ട്രിയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് എമ്പുരാനാണെന്ന് എങ്ങനെയാണ് എല്ലാവർക്കും തോന്നുന്നത്? മോഹൻലാലും സുരേഷ് കുമാറും തമ്മിലുള്ള സൗഹൃദം, ആന്റണിയും മോഹൻലാലും തമ്മിലുള്ള സൗഹൃദം, അത് തകർന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവരിത് ചെയ്തതായിരിക്കാം. നോക്കൂ, മൊത്തം ഇൻഡസ്ട്രിയാണ് പറഞ്ഞത്. 200 സിനിമകളിൽ 24 സിനിമയെ ഓടിയുള്ളൂ എന്ന് സുരേഷ് കുമാർ പറയാണ്. ബാക്കി 176 സിനിമയ്ക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചതെന്ന് സുരേഷ് കുമാർ പറയുന്നുണ്ടല്ലോ. അപ്പോൾ എന്താ, വിജയിച്ചവരുടെ കൂടെ നിൽക്കണം എന്നാണോ എപ്പോഴും പറയുന്നത്? അല്ല, നിർമ്മാതാവ് വേണം സിനിമയിൽ, നാളെയും സിനിമ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് സുരേഷ് കുമാർ നോക്കുന്നത് ഇനി താരങ്ങളെ മാത്രം ഒരിക്കലും സുരേഷ് കുമാർ പറഞ്ഞിട്ടില്ല. ടെക്നീഷ്യൻസിനെ പറഞ്ഞു, സംവിധായകരെ പറഞ്ഞു, നമ്പർ ഓഫ് ഡേയ്സ് കൂട്ടി അനാവശ്യ ചെലവ് വരുത്തുന്ന അപ്പോൾ അവർക്കൊക്കെ എന്താ പ്രശ്നമില്ല. താരങ്ങളെ പറയുമ്പോൾ മാത്രം എന്താണ്? അങ്ങനെയല്ല, എല്ലാവരും കൂടെ ചേർന്ന് ഈ ഇൻഡസ്ട്രിയിൽ വരുന്ന ഇനി അതിൽ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം വെച്ചാൽ അമ്മ മീറ്റിങ്ങിനകത്ത് ആ കത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് നോക്കണം. അതിനകത്ത് വ്യക്തമായിട്ട് അമ്മ മീറ്റിങ്ങിലെ കത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഒരു സെക്കൻഡ് അതൊന്ന് എടുത്തോട്ടെ. അതിൽ പറഞ്ഞിരിക്കുന്നു, അമ്മ സംഘടനയുടെ ഭാഗത്തു നിന്നും യാതൊരു പണിമുടക്കിൽ യാതൊരു പിന്തുണയും ഉണ്ടാവില്ല. അംഗങ്ങളുടെ പ്രത്യേക യോഗം തീരുമാനിച്ചു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സിനിമാ വ്യവസായം ചിലരുടെ പിടിവാശി മൂലം അനാവശ്യമായ ഒരു സമരത്തിലേക്ക് വലിച്ചിഴക്കുക വഴി സാമ്പത്തിക, അപ്പം അവർ തന്നെ പറയുന്നുണ്ട് സിനിമാ വ്യവസായം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അവർ തന്നെ പറയുന്നുണ്ട് ചിലരുടെ പിടിവാശി. അല്ലല്ല സുരേഷ്, ഇവിടെ സിനിമ സാമ്പത്തിക പ്രതിസന്ധിയാണല്ലോ തുടക്കത്തെ ചർച്ചയ്ക്ക്. ഞാൻ അതിലാ പിടിക്കുന്നത്, ചിലരുടെ പിടിവാശി. അത് അങ്ങനെ പിടിക്കണ്ട. ആ പിടിവാശി എടുത്തതാരാ? നിർമ്മാതാക്കളാണ്. അത് പിടിവാശി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പിടിവാശി തന്നെ പറയാം. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് അമ്മയിലുള്ളവർ പറയുമ്പോൾ ആ പ്രതിസന്ധിക്ക് എന്ത് പരിഹാരം കാണണമെന്ന് സുരേഷ് കുമാർ പറയുമ്പോൾ അതിനെതിരെ പോസ്റ്റ് വന്നിട്ട് തുടങ്ങിയതാണ്. ഇതെല്ലാം നല്ലതിനാണ്. നോക്കൂ, ചർച്ചകൾ എപ്പോഴും നല്ലതിനാണ്. നമുക്ക് ശരി, ഞാൻ മറ്റുള്ളവർ പോകുന്നത് അപ്പോഴും എനിക്ക് ശ്രീ വിനുകുര്യത്ത് മനസ്സിലാവുന്നില്ല. താരങ്ങളുടെ പ്രതിഫലം, ഒരു സിനിമയുടെ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് വരുന്നത് അതിലേക്കാണ്. അതിലൊരു തീരുമാനവും അഭിപ്രായമൊന്നും ഇത് ഈ മിനിറ്റ് വരെ സാധാരണ പ്രേക്ഷകർക്കും മാധ്യമങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല. അതിൽ എന്ത് തീരുമാനമാകും, എന്ത് തീരുമാനമായി എന്നാണ്. നോക്കൂ,
ഇന്നും സുരേഷ് കുമാർ അന്നും ഇന്നും പറഞ്ഞ പോയിന്റ് ഉണ്ട്. താരങ്ങളുടെ കൂടെ 7-8 പേര് വരുന്നത് നിർത്തണം, ഷൂട്ടിങ്ങിനകത്ത് അനാവശ്യ ചെലവുകൾ നിർത്തണം, സമയത്ത് ഷൂട്ടിങ്ങിന് വരുന്നത്, ഇതൊക്കെ സുരേഷ് കുമാർ പറഞ്ഞു കഴിഞ്ഞു. അല്ലാതെ സംവിധായകൻ പറഞ്ഞു. അല്ല, അതിലെന്തായി, എന്താണ് അതിന്റെ പ്രോസ്പെക്ടസ്? ഇപ്പൊ ഈ ആന്റണി പെരുമാറ് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുമ്പോൾ അതുകൂടി അഡ്രസ് ചെയ്തുകൊണ്ട് പിൻവലിച്ചു എന്നാണോ? അയ്യോ, ഇത് രണ്ടാണെന്ന്. ആന്റണി പെരുമാറിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ 7 ദിവസത്തിനകത്ത് നിർമ്മാതാവായിട്ടുള്ള ആന്റണി പെരുമാറ് നിർമ്മാതാക്കളുടെ സംഘടന എടുത്ത ഡിസിഷനെ എതിരഭിപ്രായം പറഞ്ഞതിനെ മാത്രമാണ് പിൻവലിച്ചിരിക്കുന്നത്. ബാക്കി സർക്കാരുമായിട്ടുള്ള സൂചനാ പണിമുടക്കും കാര്യങ്ങളും എല്ലാം ഇനി മുന്നോട്ട് പോകുന്നു. ഇന്നും വ്യക്തമാക്കി പറഞ്ഞല്ലോ. ഇത് രണ്ടാണ് കേട്ടോ. ഒരാൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, അത് അവർക്ക് ഇൻസൾട്ടായി സംഘടനയ്ക്ക്, അതാണ് ഇവിടെ. അത് മാറി ഒരാഴ്ചക്കകത്ത് പിൻവലിക്കണം. ഈ താരങ്ങളുടെ പ്രതിഫലം സംബന്ധിച്ച് സിനിമാ മേഖലയുടെ തീരുമാനം, അമ്മ അതിനകത്ത് ഏകദേശം നിലപാടൊക്കെ പലതരത്തിലൊക്കെ വ്യക്തമാക്കുകയും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നതാണ്. ആ വിഷയം എങ്ങനെയാണ് അഡ്രസ് ചെയ്യപ്പെടുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഒരു വ്യക്തിയുടെ ഇത് താരങ്ങൾ തന്നെ തീരുമാനിച്ചാലേ ഇത് മാറുള്ളൂ. ഒരു താരം എത്ര രൂപ മേടിക്കണമെന്ന് അയാൾക്ക് തീരുമാനിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. അത് കൊടുക്കണോ വേണ്ടോ തീരുമാനിക്കേണ്ടത് നിർമ്മാതാക്കളാണ്. ഞാൻ അന്നും ഇന്നും നിർമ്മാതാക്കളെയും കുറ്റപ്പെടുത്തി പറയുന്നുണ്ടല്ലോ. താരം ചോദിച്ചാൽ ഉടനെ അതുപോലെ കൊടുക്കാൻ എന്റെ ഇത്ര ഇല്ലെങ്കിൽ എവിടെ നിന്ന് കൊടുക്കും? അപ്പൊ തീർച്ചയായിട്ടും പക്ഷെ ആര് കൊടുക്കണം, അത് ആര് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് രണ്ടാമത്തെ വിഷയമാണ്. അതിലേക്ക് വരാം. ശ്രീ ജോസ് തോമസ്, ഞാൻ ആദർശിലേക്ക് വരുന്നുണ്ട്. ശ്രീ ജോസ് തോമസ്, ഈ വിഷയം കൊണ്ട് സിനിമയ്ക്കകത്തുള്ള അല്ലെങ്കിൽ നിർമ്മാതാക്കൾക്കിടയിലുള്ള ഒരു താൽക്കാലത്തേക്ക് ഒരു വെടിനിർത്തൽ, അപ്പോഴും താരങ്ങളും നിർമ്മാതാക്കളും ചില വിഷയങ്ങളിൽ എടുത്തിരിക്കുന്ന നിലപാട് അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യുന്നു. ചില കാതലായിട്ടുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യം വരുന്നു. ഇല്ലെങ്കിൽ പിന്നെ ഈ ഫെബ്രുവരി 6 തൊട്ട് 26 വരെ ഈ വലിയ പ്രസ്താവനകളും ഫേസ്ബുക്ക് പോസ്റ്റും അത് റീഷെയറിങ്ങും അതിൽ സൈബർ ഫാൻസ് വന്ന് നടത്തിയ പ്രതികരണങ്ങളും ഇതൊക്കെ എന്തിനായിരുന്നു? ഫൈനലി എന്താണ് ഇതിന്റെ ഗോളെന്ന് താങ്കൾക്ക് കൃത്യമായിട്ട് അറിയാമോ? ഒരു സംഘടനാ പ്രതിനിധിയാണ് ഫെഫ്ക. അപ്പോൾ ചേംബർ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഫെഫ്കയും വേണ്ട, ഞങ്ങൾക്ക് അമ്മയും വേണ്ട, ഞങ്ങൾ സമരം ചെയ്യും, ഞങ്ങൾ പണിമുടക്ക് നടത്തും. സമരം എന്ന വാക്ക് തന്നെ തെറ്റാണ്. പ്രൊഡ്യൂസേഴ്സ് ഒരിക്കലും സമരം ചെയ്യാൻ പാടില്ല എന്ന് വെച്ചാൽ എംപ്ലോയർ അവർ പണിമുടക്കാണ് നടത്തുന്നത്. ആ പണിമുടക്ക് ആർക്കെതിരെയാണ്? താരങ്ങൾക്കെതിരെയാണോ അതല്ല സർക്കാരിനെതിരെയാണോ? ആ ചോദ്യം ബാക്കി നിൽക്കുകയാണ്. അവസാനം ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു, പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയി എന്ന് പറയുന്നത് ഈ സർക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ സോൾവ് ആയിട്ടുണ്ട്? ഒരിക്കലും വിനോദ നികുതിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം തിയേറ്ററുകളിലേക്കുള്ള ഇലക്ട്രിസിറ്റി ബില്ല്, അത് കുറയ്ക്കണം. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം സിനിമയ്ക്ക് ഒരു കൺസിഡറേഷൻ കൊടുക്കാറുണ്ട്, ഇലക്ട്രിസിറ്റി ബില്ലിലായാലും വിനോദ നികുതിയിലായാലും എല്ലാം. കേരളത്തിൽ സിനിമയെ തിരിഞ്ഞു നോക്കുന്നില്ല. സിനിമയിൽ നിന്ന് കിട്ടുന്ന പണം മാത്രം മതി സർക്കാരിന്, അങ്ങനെയാണ് കണ്ടുവരുന്നത്. അതിനല്ലേ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ താരങ്ങളുടെ പ്രതിഫലം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനൊരു പോസ്റ്റർ കണ്ടു, ഫേസ്ബുക്കിൽ എവിടെയാണ്, ആൻഡ്രോ ജോസഫ് നിർമ്മിക്കുന്ന സിനിമയിൽ മമ്മൂട്ടിക്ക് 16 കോടി, മോഹൻലാലിന് 15 കോടി, നയൻതാരയ്ക്ക് 10 കോടി, 41 കോടി രൂപ കഴിയുമ്പോൾ പടത്തിന് മൊത്തം ഗ്രോസ് 100 കോടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ്രോ ജോസഫ് ആ 100 കോടി മുടക്കുമ്പോൾ 200 കോടി കിട്ടും എന്ന പ്രതീക്ഷയാണല്ലോ ഈ താരരാജാക്കന്മാരെ എല്ലാം വെച്ച് ചെയ്യുന്നത്. അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ ആൻഡ്രോ ജോസഫ് എന്ന് ചോദിക്കണോ, മമ്മൂട്ടി എനിക്ക് കുറച്ച് തരൂ, മോഹൻലാൽ എനിക്ക് കുറച്ച് തരൂ, എന്തിനാണോ ഞങ്ങളെ വെച്ച് സിനിമ ചെയ്യുന്നത്? തനിക്ക് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എന്റെ പ്രതിഫലം തീരുമാനിക്കുന്നത് ഞാനാണെന്നൊരു താരം പറഞ്ഞാൽ പിന്നെ അവരുടെ റേറ്റ് കുറയ്ക്കണമെന്ന് പറയുന്നില്ല. എന്താ അർത്ഥം? അദ്ദേഹത്തെ വേണ്ടെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിർമ്മാതാവിനില്ലേ? എന്തിനാണ് താരങ്ങൾ ചാർജ് കുറയ്ക്കണം, റേറ്റ് കുറയ്ക്കണം എന്ന് പറയുന്നത്? അവരുടെ റേറ്റ് അതാണെന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ താരത്തെ വേണ്ട, ഞങ്ങൾ വേറെ ആളെ വെച്ച് സിനിമ ചെയ്തോളാം എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാവണ്ടേ? അപ്പോഴും ഈ താരത്തിന്റെ ഡേറ്റ് കിട്ടിയാൽ ഞങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് നടക്കും. ആ ബിസിനസ്സിലൂടെ ഞങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ താരങ്ങളുടെ പുറകെ പോകുന്നു. താരങ്ങൾക്കും അത് കൃത്യമായി അറിയാം. മമ്മൂട്ടിക്ക് അറിയാം, മോഹൻലാലിനും അല്ലെങ്കിൽ ടൊവിനോ തോമസിനും ഒക്കെ അറിയാം, ഞങ്ങൾക്ക് മാർക്കറ്റ് ഉണ്ട്, OTT ബിസിനസ് നടക്കും, തിയേറ്ററിൽ ആള് വരും. അപ്പോൾ ഞങ്ങൾ ആ ഡിമാൻഡ് ചെയ്യുന്നത് അത് തെറ്റാണ്. അത് കുറയ്ക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? ഇതിനിടയ്ക്ക് നിങ്ങൾ കണ്ടില്ലേ അമീർ ഖാന്റെ ഒരു പോസ്റ്റ്, കഴിഞ്ഞ 21 വർഷമായി ഞാൻ പ്രതിഫലം മേടിക്കാറില്ല, സിനിമയ്ക്ക് ലാഭമുണ്ടെങ്കിൽ അതിന്റെ വിഹിതമാണ് മേടിക്കുന്നത്. ആ രീതി പിന്തുടരാവുന്നതാണ്. പക്ഷെ അത് അഭിനയിക്കുന്ന ആള് തീരുമാനിക്കണം, നടൻ തീരുമാനിക്കണം. ഞാൻ അങ്ങനെ ചെയ്യുന്നുള്ളൂ. അമീർ ഖാനെ ആര് നിർബന്ധിച്ച് ചെയ്തതല്ല, ഒരു സംഘടനയും പറഞ്ഞിട്ട് ചെയ്തതല്ല, അമീർ ഖാൻ സ്വയം തീരുമാനിച്ചതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ പണം കൂടുതൽ കിട്ടുന്നുണ്ടാവും.
ഇപ്പോ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് അത് ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മാതാവ്, മോഹൻലാൽ തന്നെയാണ്. അതല്ല, മറ്റൊരു നിർമ്മാതാവാണെങ്കിൽ ആ പടം ഓടിയാൽ അതിന്റെ ഇത്ര ഷെയർ എനിക്ക് വേണം, ഇത്ര പെർസെന്റേജ് എനിക്ക് വേണം എന്നൊരു നടൻ പറഞ്ഞാൽ ചിലപ്പോൾ ഈ പറയുന്ന പ്രതിഫലത്തെക്കാൾ കൂടുതൽ കിട്ടിയേക്കാം. പരാജയപ്പെട്ടാൽ കിട്ടിയില്ലെന്നും വരാം. അപ്പൊ അങ്ങനെ അത് താരങ്ങൾ സ്വയം തീരുമാനിക്കേണ്ടതാണ്. ഒരു സംഘടനയ്ക്കോ സർക്കാരിനോ ഒന്നും അതിൽ നിയമം ഉണ്ടാക്കാൻ പറ്റില്ല. താരങ്ങൾ ആ പറയുന്നത് ശരിയാണെന്നാണോ താങ്കൾ പറയുന്നത്? അതായത് തങ്ങളെ വെച്ച് പൈസ ഉണ്ടാക്കുമ്പോൾ ഈ തരത്തിലും ഞങ്ങൾക്ക് അവകാശപ്പെടാം ആ പ്രതിഫലം എന്നാണോ? അല്ല, അവകാശം എന്ന് പറയുന്നത് അവരാദ്യം പ്രതിഫലം മേടിക്കുന്നില്ലല്ലോ. ഞങ്ങൾ അഭിനയിക്കുന്നു, ഞാൻ പ്രതിഫലം മേടിക്കുന്നില്ല, എനിക്കിതിന്റെ പെർസെന്റേജ് മതി എന്ന് പറയുന്ന നല്ല കാര്യമാണ്. അത് നിർമ്മാതാക്കൾ തന്നെ പറയുന്നുണ്ടല്ലോ, താരങ്ങൾ അങ്ങനെ ചെയ്യട്ടെ എന്ന്. അതിനവർ തയ്യാറാണല്ലോ. ആദ്യമേ ഈ പറഞ്ഞ പൈസ കോടികൾ മേടിച്ച് പോക്കറ്റിലിടുന്നു, പടം പരാജയപ്പെട്ടാൽ ഞങ്ങളുടെ പണം പോകുന്നു എന്നാണല്ലോ നിർമ്മാതാക്കൾ പറയുന്നത്. നിർമ്മാതാക്കളുടെ ആ മീറ്റിംഗിൽ അവർ പറഞ്ഞത് താരങ്ങളുമായിട്ടൊരു എഗ്രിമെന്റ് ഉണ്ടാക്കാം, താരങ്ങളും സാങ്കേതിക പ്രവർത്തകരുമായിട്ട് ഒരു ട്രൈ പാർട്ടി എഗ്രിമെന്റ്. അല്ല, ശ്രീ ജോസ് തോമസ്, എനിക്ക് താങ്കളുടെ നിലപാട് ആദ്യം പറഞ്ഞത് ഇവരെ വെച്ചിട്ട് ആ താരങ്ങളുടെ ഡേറ്റ് വേണ്ട എന്ന് തീരുമാനിക്കാമല്ലോ എന്നുള്ളതാണ്. അതായത് താരങ്ങൾ പറയുന്നതിനൊപ്പം താങ്കൾ നിൽക്കുന്നു എന്നാണോ മനസ്സിലാക്കുന്നത്, അതോ ഒരു സജഷൻ ആയിട്ട് പറഞ്ഞതാണോ? അതെ, ഈ താരങ്ങളുടെ അടുത്തേക്ക് പോകുന്നത് എന്തിനാണ്? ലാഭം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയല്ലേ? അവരോടുള്ള സ്നേഹം കൊണ്ടല്ലോ. അപ്പോ അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ അവർ ഇത്ര പ്രതിഫലം വേണമെന്ന് പറയുമ്പോൾ അത് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ എനിക്ക് പറ്റില്ല, എനിക്ക് എന്തെങ്കിലും കുറച്ചു തരാൻ പറ്റുമോ? അവർ സ്നേഹമുള്ളവരാണെങ്കിൽ പറയും കുറച്ചു തരാം, അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ആളാണെങ്കിൽ പറയും ഞങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റില്ല. അല്ല, ഇൻഡസ്ട്രിയോട് ഒരു പ്രതിബദ്ധത ഈ താരങ്ങൾക്കില്ലേ? ഉണ്ടാകണ്ടേ? ബോളിവുഡിലും ഇതേ കാര്യം സംഭവിച്ചു. അക്ഷയ് കുമാറിനൊക്കെ 5-6 പടം ഒറ്റയടിക്ക് പൊട്ടി, 1000 കോടിയോളം പോയി. അത്രയും പോയപ്പോൾ ആ ഇൻഡസ്ട്രിയിൽ ഇത് ബാധിക്കുന്നത് താരങ്ങളെ മാത്രമല്ലല്ലോ. നിർമ്മാതാക്കൾ പറയുന്ന ആ വിഷയം അത് താരങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങൾ പിടിച്ചെടുത്ത് തന്നെ നിൽക്കും എന്നുള്ളൊരു ധാർഷ്ട്യം ഇതിനകത്തില്ലേ? സ്വാഭാവികമായിട്ടും ഇൻഡസ്ട്രിയോട് ഒരു പ്രതിബദ്ധത ഉണ്ടാവേണ്ടതാണ് താരങ്ങൾക്ക്, അത് സംശയമൊന്നും വേണ്ട. അപ്പൊ ഇപ്പോൾ ഒരു താരം പറയുന്നു, ഒരു പടം പരാജയപ്പെട്ടപ്പോൾ ഞാൻ ആ നിർമ്മാതാവിന് വേണ്ടി വീണ്ടും പടം ചെയ്തു തരാമെന്ന് പറയുന്നു. അത് ചിലപ്പോൾ പ്രതിഫലം മേടിക്കാതെയാണോ മേടിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. അതൊക്കെ നല്ല കാര്യമാണ് അങ്ങനെ. എന്നാൽ ഈ അടുത്ത കാലത്ത് കണ്ടുവരുന്ന മറ്റു പലരും ഒരു പടം പരാജയപ്പെട്ടാൽ പിന്നെ ആ പ്രൊഡ്യൂസറുടെ ഫോൺ എടുക്കാൻ പോലും തയ്യാറാവുന്നില്ല. അത് ശരിയായ നടപടിയല്ല. അവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മാന്യത അത് താരങ്ങൾ കാണിക്കണം. നമ്മൾ ഇവിടെ പറയുന്നത് വലിയ കാശ് മേടിക്കുന്ന താരങ്ങൾ എന്ന് പറയുന്നത് ഒരു 6-7 പേര് മാത്രമാണല്ലോ. അതല്ലാത്തവരെല്ലാം സാധാരണ നടന്മാര് മാത്രമാണ്. ഈ 7 പേരുടെ കാര്യമാണ് ഇവിടെ താരങ്ങൾ ചാർജ് റേറ്റ് കുറയ്ക്കണമെന്ന് പറയുന്നത്. ആ 7 പേര് അവർ സ്വയം തീരുമാനിക്കുക, ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് വേണം, ഞങ്ങളെ അഭിനയിപ്പിച്ച് പരാജയം വന്ന നിർമ്മാതാക്കളെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു, ഞങ്ങൾ അവർക്ക് സഹായം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു മാന്യത താരങ്ങൾ കാണിക്കേണ്ടതാണ്, 100% കാണിക്കേണ്ടതാണ്. അത് ക്ലിയറായി. ഞാൻ ആദർശിലേക്ക് വരാം. ആദർശ്, സിനിമാ മേഖലയ്ക്ക് പുറത്തു നിന്ന് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം മുഴുവൻ മലയാള സിനിമ വലിയ ഹിറ്റിലേക്ക് പോകുന്നു, എല്ലാം 100 കോടി പ്ലസ് എന്ന് പറയുന്നു. മഞ്ഞുമൽ ബോയ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ED റെയ്ഡും കള്ളപ്പണം വിഷയവും ഒക്കെ വരുമ്പോഴാണ് ഇതൊക്കെ പെരുപ്പിച്ച് കാണിച്ച കണക്കുകളായിരുന്നു എന്ന് അറിയുന്നത്. ശരിക്കും മലയാള സിനിമ ഹിറ്റാവുകയാണോ ഫ്ലോപ്പ് ആവുകയാണോ എന്ന് തിയേറ്ററിൽ പോയി പടം കാണുന്ന പ്രേക്ഷകനും അല്ലെങ്കിൽ ഈ വിശകലനം നടത്തുന്ന മാധ്യമങ്ങൾക്കൊന്നും യാതൊരു ഐഡിയയും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ശ്രീ ജി സുരേഷ് കുമാർ പറയുന്ന ചില കണക്കുകളുമുണ്ട്. പുറത്തു നിൽക്കുന്നവർ പണം കൊള്ളാമെങ്കിലും പോയി കാണും, ഇല്ലാത്തവർ പോയി കാണില്ല. അതുമാത്രമല്ല, ഈ തർക്കമൊന്നും സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയമല്ല. അതല്ലാതെ ഈ ശരിക്കും ഈ തർക്കം എന്തിനാണ്? ഇതൊരു പ്രൊമോഷൻ അപ്പുറത്തേക്ക് വളരെ ഗൗരവകരമായിട്ടുള്ള എന്ത് വിഷയമാണ് സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം മുന്നിലോട്ട് വെക്കുന്നതെന്ന് ആദർശിന് തോന്നുന്നത്? അല്ല, ഞാനിപ്പം ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ജി സുരേഷ് കുമാർ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൽ പല പ്രശ്നങ്ങളുണ്ടെന്ന് കരുതുന്ന ഒരാളാണ്. ഒന്ന്, അദ്ദേഹം പറയുന്ന മലയാള സിനിമ ഇതുവരെ 100 കോടി ക്ലബ്ബ് തൊട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇന്ത്യയിലുടനീളം എല്ലാ ഇൻഡസ്ട്രികളും 100 കോടി അല്ലെങ്കിൽ 50 കോടി എന്ന് പറയുന്നത് അവരുടെ ഗ്രോസ് പ്രൊഡക്ഷനെയാണ്, അല്ലാതെ ഗ്രോസ് റവന്യൂവിനെയാണ്. അല്ലാതെ ഈ പറയുന്നത് പോലെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് മാത്രം എത്ര കിട്ടി എന്നുള്ളത് വെച്ചിട്ടല്ല ഒരു സിനിമയും. ഇപ്പം RRRൻ്റെ കളക്ഷൻ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ വിജയിച്ച പത്താൻ പോലത്തെ സിനിമകളുടെ കളക്ഷൻ എടുത്ത് നോക്കുക, എല്ലാം അവർ ഗ്രോസ് കളക്ഷനെ പറ്റി തന്നെയാണ് 100 കോടി 1000 കോടി എന്നൊക്കെ പറയുന്നത്. പിന്നെ മലയാള സിനിമ മാത്രം എന്തുകൊണ്ട് സ്വന്തം ഇൻഡസ്ട്രിയിൽ നിന്ന് കളക്ട് ചെയ്ത റവന്യൂ മാത്രമേ പറയുള്ളൂ എന്ന് വാശി പിടിക്കേണ്ട ആവശ്യമില്ല.
രണ്ടാമത്തെ കാര്യം സുരേഷ് കുമാർ പറയുന്ന മലയാള സിനിമ ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ കണക്ക് വെച്ച് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 1000 കോടി എന്നുള്ള റവന്യൂ ടോട്ടൽ കളക്ഷനിൽ മലയാള സിനിമ മൊത്തത്തിലായി കഴിഞ്ഞ വർഷം നേടുന്നത്. മറ്റൊരു ഇൻഡസ്ട്രിയിലും ഇല്ലാത്ത വിജയം കഴിഞ്ഞ വർഷം മലയാള സിനിമയ്ക്ക് 2024 ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അതായത് ടോട്ടൽ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയുടെ 5% മുകളിൽ ഒരിക്കൽ പോലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ലാത്ത മലയാളം സിനിമ കഴിഞ്ഞ വർഷം 10% മുകളിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളത് നമ്മൾ മറന്നുപോയത്. തമിഴ് സിനിമയെ സംബന്ധിച്ചിടത്തോളം 7% ഇടിവ് വന്ന സമയത്താണ് മലയാളം സിനിമ ഇൻഡസ്ട്രി അത്രയും വലിയ വിജയം. ഭ്രമയുഗം പോലത്തെ സിനിമകളിലൂടെ വിജയിക്കുന്നു. ആവേശം പാൻ ഇന്ത്യൻ ഹിറ്റായി ചർച്ച ചെയ്യപ്പെടുന്നു. മഞ്ഞുമൽ ബോയ്സ് വലിയ ഹിറ്റായി മാറുന്നു. പ്രേമലു വലിയ ചർച്ചയായി മാറുന്നു. എന്നാണ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇത്രത്തോളം വലിയ വിജയങ്ങൾ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്ന രീതിയിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് ഇദ്ദേഹം വന്ന് പറയുന്നത് ഇവിടെ മലയാള സിനിമ വലിയ തകർച്ചയിലാണെന്ന്. മലയാള സിനിമയിലെ എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ പരാജയ ചിത്രങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. ഒരു ഇൻഡസ്ട്രിയിൽ 200 സിനിമ ഒരുമിച്ചിറങ്ങിയാൽ അതിൽ ഭൂരിഭാഗവും പരാജയമായിരിക്കും എന്നുള്ളത് തീർച്ചയായും ഉറപ്പാണ്. കാരണം ഒരു പ്രേക്ഷകൻ ഒരിക്കലും എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കണ്ട് വിജയിപ്പിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ഒന്നുകിൽ ഇവരൊരു കാൽക്കുലേഷൻ ഉണ്ടാവണം. ഒരു വർഷം മലയാള സിനിമയിൽ പ്ലാൻ ചെയ്ത് ഇത്ര സിനിമകൾ ഇറക്കാമെന്ന് ഇവർ കൂടി നല്ല സിനിമകൾ ചെയ്യണം. ഇത്രയും ഒക്കെ പറയുന്ന സുരേഷ് കുമാർ ഈ അടുത്ത് ചെയ്തിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാണ് ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒന്ന് അദ്ദേഹം ചെയ്ത് ചട്ടക്കാരിയുടെ റീമേക്കാണ്, മറ്റൊന്ന് ചെയ്തിട്ടുള്ള രതി നിർവേദത്തിന്റെ റീമേക്കാണ്. ഈ രീതിയിലാണ് മലയാള സിനിമയ്ക്ക് ലാഭം ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് അതിനോട് വിയോജിപ്പുണ്ട്. അതിനേക്കാൾ ബെറ്ററാണ് ആന്റണി പെരുമ്പാവൂർ ആണെങ്കിലും അല്ലെങ്കിൽ മമ്മൂട്ടി കമ്പനി ആണെങ്കിലും ഒക്കെ ചെയ്യുന്ന നറേറ്റീവുകൾ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം ഇദ്ദേഹം പറയുന്ന മറ്റൊരു ആർഗ്യുമെന്റ് താരങ്ങൾ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഇന്ത്യയിലെ നിയമവ്യവസ്ഥ നൽകുന്ന ഒരു അവകാശം ഉപയോഗിക്കാൻ താരങ്ങൾക്ക് അധികാരമില്ലെന്ന് പറയാൻ ഇദ്ദേഹം ആരാണ് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പം മലയാളത്തിലെ ഏറ്റവും ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിട്ടുള്ള സിനിമകൾ കൊണ്ടുവരുന്നത് മമ്മൂട്ടി കമ്പനിയാണ്. ഒരു സംശയമില്ല. 7 സിനിമകൾ ഇറക്കിയതിൽ 6ഓളം മികച്ച സിനിമകളാണ് മമ്മൂട്ടി കമ്പനി ഇറക്കിയിട്ടുള്ളത്. അതുപോലെ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് ആശീർവാദ്. അപ്പോൾ ആശീർവാദ് സിനിമാസ് പടം ചെയ്യാൻ പാടില്ല, മമ്മൂട്ടി കമ്പനി പടം ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് മാത്രമുള്ള പടങ്ങൾ ചെയ്തിട്ടാണ് മലയാള സിനിമയെ രക്ഷിക്കുക എന്നുള്ളതുണ്ട്. ഈ താരങ്ങൾ ആവശ്യമായ ഘട്ടങ്ങളിൽ സിനിമയിൽ കാശ് വാങ്ങാതെ ഈ താരങ്ങൾ അഭിനയിച്ചിട്ടില്ലേ? കഥ പറയുമ്പോൾ എന്നുള്ള സിനിമ എത്ര രൂപ വാങ്ങിയിട്ടാണ് മമ്മൂട്ടി അഭിനയിച്ചത്? 1 രൂപ വാങ്ങാതെയാണ് മമ്മൂട്ടി കഥ പറയുമ്പോൾ എന്നുള്ള സിനിമ അഭിനയിച്ചിട്ടുള്ളത്. അങ്ങനെ എത്ര താരങ്ങൾ ഇന്ത്യയിൽ ഈ താരങ്ങളല്ലാത്ത നിർമ്മാതാക്കൾ ഈ ഇൻഡസ്ട്രിക്ക് ആവശ്യമില്ല എന്നുകൂടി പറയുമോ? അവസാനം ഈ പറഞ്ഞെല്ലാം കഴിയും? ഇല്ല, അതൊരു അതിവായനയാണല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞ താരങ്ങളുടെ ശമ്പളമായാലും അത് നിർണ്ണയിക്കാനുള്ള അവകാശം താരങ്ങൾക്ക് തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ അപർണ മാധ്യമ പ്രവർത്തകയായി ജോലി ചെയ്യുന്നു. ഇവിടെ ജോലി ചെയ്യാൻ വരുന്ന സമയത്ത് ഈ കമ്പനിയുമായി നെഗോഷിയേറ്റ് ചെയ്യാനുള്ള തൻ്റെ സാലറി എത്രയാണ് എന്ന് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഒരു അവകാശം മാധ്യമപ്രവർത്തക എന്നുള്ള രീതിയിൽ അപർണയ്ക്ക് ഉണ്ടാവണമല്ലോ. അതുപോലെ തന്നെയാണ് താരങ്ങളുടെ കേസും പറയുന്നത്. അവർക്ക് എത്ര രൂപയാണ് പ്രതിഫലം എന്നുള്ളത് അവർ ഡിമാൻഡ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ സുരേഷ് കുമാറിന് ഇത്രയ്ക്ക് പ്രശ്നമുണ്ടെങ്കിൽ കീർത്തി സുരേഷ് കഴിഞ്ഞ സിനിമയ്ക്ക് 4 കോടിയാണ് അവരുടെ പടം പൊട്ടുമ്പോൾ താരപ്രതിഫലത്തിൽ ആ വ്യത്യാസമുണ്ട്. ഈ പറഞ്ഞ പോലെ മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും അവസാനത്തെ സിനിമ ഹിറ്റല്ല എന്നാണ് ഇതുവരെയുള്ള കണക്ക്. എനിക്ക് അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. അല്ലെ, പ്രതിഫലം കുറയ്ക്കുമോ? അല്ല, അവർ എടുക്കുന്ന ഒരു തൊഴിലാണ്. ആ തൊഴിലിനുള്ള പ്രതിഫലമാണ് അവർ വാങ്ങുന്നത്. അല്ലെങ്കിൽ നിർമ്മാതാക്കൾ ആദ്യമേ പറയട്ടെ പ്രോഫിറ്റ് ഷെയറിൻ്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യാമെന്നുള്ളത്. ഇപ്പോൾ ഒരു ചാനലിൻ്റെ റേറ്റിംഗ് കുറയുന്ന സമയത്ത് അവരുടെ അവതാരകർക്ക് സാലറി കുറയ്ക്കുന്നില്ലെന്നുണ്ടെങ്കിൽ സിനിമ ഫ്ലോപ്പ് ആവുന്ന സമയത്ത് താരങ്ങൾക്ക് വേണ്ട. ഇപ്പോൾ ഒരു താരത്തെ സംബന്ധിച്ച് അയാൾക്ക് അടുത്ത സിനിമ കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ സിനിമ വിജയിച്ചിരിക്കണം. അതിൽ നിന്നാണ് അയാൾ അടുത്ത സിനിമയിലേക്ക് പോവുക. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയ പരാജയങ്ങളുണ്ടായാൽ ഏത് താരത്തിനും ഏത് സൂപ്പർ സ്റ്റാറിൻ്റെയും സിനിമ പിന്നീട് തിയേറ്ററിൽ റിസീവ് ചെയ്യാതിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് പ്രൊഡ്യൂസറിൻ്റെ മാത്രം കരിയറിൻ്റെ കാര്യമല്ല, ഇത് താരങ്ങളുടെയും കൂടി കരിയറിന്റെ കാര്യമാണ്. ഇവിടെ താരങ്ങൾ എടുത്തിരിക്കുന്നത് കൃത്യമായ നിലപാടാണ്. മലയാള സിനിമ ഇപ്പൊ കൃത്യമായിട്ടാണ് ഇപ്പൊ ഇവർ പറയുന്നത് പോലെ. അതായത് ആശീർവാദ് സിനിമാസ് വരുമ്പോ തൊട്ട്, അതായത് സിനിമാ താരങ്ങൾ പ്രൊഡക്ഷൻ രംഗത്തേക്ക് വന്നപ്പോ തൊട്ടുണ്ടായ റിഫ്റ്റിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ പ്രതിഫലിക്കുന്നത്. ആദർശ് പറഞ്ഞു വരുന്നത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് സമറൈസ് ചെയ്താൽ അങ്ങനെ ആയിരിക്കും. അല്ലെ, എനിക്ക് ഒറ്റ കാര്യമേ ചോദിക്കുള്ളൂ. ഇപ്പൊ ഇവർക്ക് ഇത് വലിയ പ്രശ്നമാണ്. മലയാള സിനിമ ഇൻഡസ്ട്രി വലിയ സാമ്പത്തിക നഷ്ടത്തിലാണെന്നാണല്ലോ ഇവർ പറയുന്നത്. അപ്പോൾ അതിനെന്താണ് ഇവർ അല്ലെങ്കിൽ അതിനൊരു എങ്ങനെയാണ് ഇതിനെ സൊല്യൂഷനായിട്ട് അവർ കാണുന്നത്? അതായത് മലയാള സിനിമ ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ഹിറ്റ് നൽകുമെന്ന് പ്രതീക്ഷിച്ച് വരുന്ന എമ്പുരാൻ വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഒരു പണിമുടക്ക് നടത്തിയേക്കാം എന്ന് തീരുമാനിക്കുന്നതാണോ ഇവരുടെ സൊല്യൂഷൻ? മലയാള സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു സിനിമ വരുന്ന സമയത്ത് അതിന് ഈ രീതിയിലാണോ ഇൻഡസ്ട്രി നോക്കിക്കാണേണ്ട അല്ലെങ്കിൽ ഫിലിം പ്രൊഡ്യൂസേഴ്സ് നോക്കിക്കാണേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇവർക്ക് ഇനി പറയുന്ന പോലെ സിനിമാ നിർമ്മാതാക്കൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഡബിൾ ടാക്സേഷനാണ്. ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്ന ടാക്സേഷനാണ് അവർ പറയുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം. അതാണ് അവരുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ അവർ സെക്രട്ടറിയുടെ മുമ്പിൽ പോയി സമരം ചെയ്യട്ടെ. ഞാൻ പറയുന്നത് ഇവർക്ക് മാത്രം എല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കണം എന്നുള്ള നയം എന്താണ്? ഇപ്പോൾ ആശാ വർക്കേഴ്സ് മാസം അവർക്ക് 7000 രൂപ മാത്രമാണ് സാലറി എന്നുള്ളതിൻ്റെ പേരിൽ അവർ ആഹാരം ഉപേക്ഷിച്ച് ഉറക്കം ഉപേക്ഷിച്ച് സെക്രട്ടറിയുടെ മുമ്പിൽ അവർ സമരം ചെയ്യുമ്പോൾ നമുക്കൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ ഇവർ ഇത്രയും പ്രിവിലേജോടുകൂടി ഇവരോട് ഇരിക്കേണ്ട ആവശ്യം എന്താണ്? ഇവരും പോയി സമരം ചെയ്യട്ടെ. അങ്ങനെ സമരം ചെയ്ത് നേടിയെടുക്കട്ടെ. എല്ലാ അവകാശങ്ങളും വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നതല്ലോ. സമരത്തിലേക്കും ചർച്ചയിലേക്കും ഒക്കെ കടക്കാനുള്ള അവർക്ക് സിനിമ നിർത്തലാക്കിക്കൊണ്ടുള്ള സമരമുറ മാത്രമല്ലേ അറിയുള്ളൂ. ഈ ദേഹമനങ്ങിയിട്ടുള്ള സമരമുറയും കൂടെ ശീലിക്കട്ടെ. ഈ കോടികളുടെ ലാഭം ഉണ്ടാക്കുന്ന ഇവർക്ക് ഇത്രയൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ
ആശാ വർക്കർമാരുടെ സമരത്തിന് അവർക്ക് പോയിരിക്കാവുന്ന പോലെ ഇവർക്കും പോയിരിക്കാവുന്നതേ ഉള്ളൂ. ഇത് ഒരു പ്രിവിലേജിന്റെ കൊണ്ടൊരു പ്രശ്നമാണ്. ഒറ്റ കാര്യം, 27-ാം തീയതി പണിമുടക്ക് വരുമ്പോൾ ഇത് എമ്പുരാനെ പോലെ അങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ അത് എമ്പുരാനെ മുടക്കിയിട്ട് വേണോ എന്ന് ആദർശ് ചോദിച്ചുകൊണ്ടാണ് ഇത്രയും ദിവസം എല്ലാ സിനിമാ ആസ്വാദകരും സോഷ്യൽ മീഡിയയിൽ കൂടെ നെഞ്ചത്തടിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ എമ്പുരാന്റെ തലക്കിട്ടടിച്ചിട്ട് വേണോ ഈ സമരം എന്ന് തന്നെയാണ്. തിരിച്ചല്ല ചോദിച്ചിരുന്നത്. അത് ആരും എമ്പുരാൻ എതിരെയൊന്നുമല്ല, അത് ഫലത്തിൽ എമ്പുരാന് ഗുണകരമായിട്ടല്ലേ വന്നുള്ളൂ. അല്ല, എമ്പുരാന് ഗുണകരമായിട്ട് വരും. അതിവിടെ മോഹൻലാലിന്റെ സ്റ്റാർഡത്തെ ഒന്നും ഇവർക്ക് ഒരു കാലത്തും തൊടാൻ പറ്റില്ല. ഇത് ഇപ്പം ഒന്ന് ആലോചിച്ച് പോകും. ഞാൻ അടിവരായിട്ട് പറയാം, ഇവരിനി എങ്ങനെയൊക്കെ തലകുത്തി നിന്നാലും ഇതൊരു ഈഗോ പ്രശ്നത്തിന്റെ പുറത്തുനിന്ന് തുടങ്ങുന്നതാണ്. ഇതൊരു സിനിമ ഇൻഡസ്ട്രിയിലെ വലിയ പ്രശ്നം എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്ത് തുടങ്ങി. പിന്നീട് ഇവരുടെ വ്യക്തിപരമായ ഈഗോയുടെ പേരിൽ പോകുന്നതാണ്. ഇപ്പോൾ ഒടിയൻ റിലീസാവുന്ന സമയത്ത് അന്നേ ദിവസം ഹർത്താൽ വന്നിട്ട് എത്രത്തോളമാണ് ആ ഒറ്റ ദിവസം ഒടിയൻ കളക്ട് ചെയ്തെന്ന് മാത്രം നോക്കിയാൽ മനസ്സിലാവും മലയാളത്തിൽ മമ്മൂട്ടി, മോഹൻലാൽ പോലെയുള്ള താരങ്ങളുടെ സ്റ്റാർ വാല്യൂ എന്താണെന്നുള്ളത്. ഇനി ഇവർ തലകുത്തി നിന്നാലും ഇവർക്ക് പറ്റില്ല. ഇവർ ഇപ്പം പറയുന്നത് എന്താ, തിയേറ്റർ കൊടുക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. സിനിമകൾ വരികയാണ്, താരങ്ങളുടെ സിനിമകൾ വരികയാണെങ്കിൽ ഇവിടെ വെറുതെ ഒരു പബ്ലിക് നിരത്തിൽ കൊണ്ടുപോയി LED സ്ക്രീൻ വെച്ച് പ്രദർശിപ്പിച്ചാൽ പോലും ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് കാണാൻ ആൾ വരും, മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും. അല്ലെങ്കിൽ OTT ഉള്ള കാലമാണ്, അല്ലെങ്കിൽ യൂട്യൂബ് ഉള്ള കാലമാണ്. വെറുതെ യൂട്യൂബിൽ ആ സിനിമ അപ്ലോഡ് ചെയ്താൽ പോലും അതിന് കളക്ഷൻ കിട്ടും എന്നുള്ള കാലത്താണ് ഇവർ ഈ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാൻ നോക്കുന്നത്. ആരെയാണ് ഭയപ്പെടുത്താൻ നോക്കുന്നത്? ഇവരാണ് ഇതിൻ്റെ എല്ലാം. ഇതിനകത്ത് കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പം ഒരു ദിവസം കൊണ്ട് ആന്റണി പെരുമ്പാവൂർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ് 2 ദിവസം കൊണ്ട് ആന്റണി പെരുമ്പാവൂർ നേതൃത്വം കൊടുക്കുന്ന ആശീർവാദിന്റെ ഓഫീസിലേക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ റെയ്ഡ് വരികയാണ്. ഇത് എങ്ങനെ സാധിക്കും? ഇത് സിമ്പിളായി നടക്കുന്ന കാര്യമാണോ? ഇതിനകത്ത് കൃത്യമായ പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റ് ഉണ്ടായതുകൊണ്ടാണ്. BJPയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ സുരേഷ് കുമാർ ഇരിക്കുന്നു എന്നുള്ള പ്രിവിലേജിന്റെ പുറത്ത് തന്നെയാണ് അദ്ദേഹത്തിന് ഇത് ചെയ്യാൻ കഴിയുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം BJPയുടെ ചാനലുകളിൽ പോയിരുന്ന് ഈ ചർച്ചയ്ക്ക് ഇത്രയും ആക്കം കൂട്ടുന്നതും ആ ഹാൻഡിലുകൾ വഴി ഇങ്ങനെ ഒരു സപ്പോർട്ട് വരുന്നതും അദ്ദേഹത്തിന് ഇത് കൃത്യമായ പൊളിറ്റിക്കൽ ഉദ്ദേശങ്ങളോട്. അതായത് അങ്ങനെ സമ്മർദ്ദം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുന്നതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കൂടി ആദർശ് കരുതുന്നു. ഇത് ആന്റണി പെരുമ്പാവൂരിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ആ എമ്പുരാൻ എന്നുള്ള സിനിമ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ മലയാളത്തിൽ ലാൻഡ് ചെയ്യണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി എന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ ആന്റണിയുടെയോ മോഹൻലാലിനെയോ വിറപ്പിച്ച് കളയാമെന്നൊക്കെയുള്ള ധാരണ ഇവർക്കുണ്ടെങ്കിൽ ഇത് വെറും അതിമോഹം മാത്രമാണ്. അതിനകത്ത് ആന്റണി പെരുമ്പാവൂരിന്റെ ഒരു മോഹൻലാലിന്റെ രോമത്തിൽ തൊടാൻ പോലുമുള്ള കേപ്പബിലിറ്റി ഇന്നത്തെ ഈ പ്രൊഡ്യൂസേഴ്സിനൊന്നുമില്ല. ഈ പറയുന്ന ഇന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ആരുമല്ല ഇന്ന് മലയാള സിനിമയെ നിലനിർത്തുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഇവിടുത്തെ ഈ സിനിമയോട് ഒരുപാട് നിർമ്മാതാക്കളുടെ ചരിത്രം ഈ മലയാള സിനിമയ്ക്ക് ഉണ്ട് ആദർശ. ഇങ്ങനെ താരങ്ങൾക്ക് ഞാൻ പറയുന്നത് പൊളിറ്റിക്കൽ അജണ്ട വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈഗോ ക്ലാഷ് വെച്ചുകൊണ്ട് ഇന്ന് സിനിമ ഇൻഡസ്ട്രിയെ തകർക്കാൻ. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ചോര നീരാക്കുന്ന ആൾ തന്നെയല്ലേ ആന്റണി പെരുമ്പാവൂർ. ആന്റണി പെരുമ്പാവൂരിന്റെ സിനിമയ്ക്ക് പൈസയ്ക്ക് എന്തുകൊണ്ട് ഇവിടെ വില കാണിക്കുന്നില്ല അവർ? എമ്പുരാൻ ഇത്രയും വലിയ ബഡ്ജറ്റിൽ, മലയാളത്തിലെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ഒരു സിനിമ വരുമ്പോൾ അതിന് ഈ രീതിയിലാണോ റിസീവ് ചെയ്യേണ്ടത്? ഇത് ഈ മലയാളത്തിലെ ഏറ്റവും ആൻറ്റിസിപ്പേറ്റഡ് ആയ ഒരുപക്ഷെ ഇപ്പോൾ കന്നഡ ഇൻഡസ്ട്രിയുടെ ഗതി മാറ്റിയത് ഒരു KGF ആണ്. അങ്ങനെ മലയാളം ഇൻഡസ്ട്രിയുടെ ഗതി മാറ്റാൻ കെൽപ്പുള്ള ഒരു സിനിമ വരുമ്പോൾ ഈ രീതിയിലാണോ റിസീവ് ചെയ്യേണ്ടതെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ആന്റണി പെരുമ്പാവൂരിന്റെ കണ്ണീര് സുരേഷ് കുമാറിന് കാണേണ്ട ആവശ്യമില്ല. ബാക്കി ഒരുപാട് നിർമ്മാതാക്കളുടെ കണ്ണുനീരിനെ കുറിച്ച് ഞാനല്ല പറയുന്നത്. വിനുഗിരത്തിലേക്ക് ഞാൻ അതിന്റെ മറുപടിയിലേക്ക് വരാം, അതിലേക്ക് വരാം. അതിന് മുമ്പ് ഞാനൊന്ന് പ്രതീക്ഷയിലേക്ക് പോയി. പ്രതീക്ഷ PR കൂടി പ്രതീക്ഷേഖർ, പ്രതീക്ഷ പലതരത്തിലുള്ള ട്രിക്സും സ്ട്രാറ്റജികളും ഒക്കെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി കൃത്യമായിട്ട് നടക്കുന്ന കാലമാണ്. അതെന്ത് തരം വിവാദമാണെങ്കിലും, അതേത് തരം കോൺട്രവേഴ്സി ആണെങ്കിലും, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഏതെങ്കിലും തരത്തിലൊരു വിവാദം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന മാർക്കറ്റിംഗ് ആണ് സിനിമയുടേത്. അത് കഴിഞ്ഞ വന്ന് പൊട്ടിപ്പൊളിഞ്ഞു പോയ ചില വിവാദങ്ങളൊക്കെ കണ്ടതുമാണ്. ഇപ്പോഴുണ്ടായിരിക്കുന്നത് ഈ എമ്പുരാനെ പൂട്ടാനായിരുന്നോ ഇത് മുഴുവൻ എന്നുള്ള തരത്തിലുള്ളൊരു വലിയ ഓൺലൈൻ ക്യാമ്പയിൻ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അലയടിച്ചത് അതിന്റെ പിറകിൽ അത്തരം എന്തെങ്കിലും സ്ട്രാറ്റജി ആയിരിക്കുമോ? സിനിമയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് എമ്പുരാൻ എന്നുള്ള ആ സിനിമയുടെ പേര് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിന് ക്ലിക്ക് ബൈറ്റ് കൂടുതലാണ്. കാരണം ഒരു മോഹൻലാൽ ചിത്രം എന്ന് പറയുമ്പോഴേക്കും, ഒരു മമ്മൂട്ടി ചിത്രം എന്ന് പറയുമ്പോഴേക്കും, കാരണം ഇത്രയും ഇൻഡസ്ട്രി പ്രതീക്ഷിക്കുന്ന, പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന, സിനിമ തിയേറ്ററുകാർ പ്രതീക്ഷിക്കുന്ന ഒരു വലിയ ചിത്രം, വലിയ ക്യാൻവാസ്. ആ ക്യാൻവാസാണ് ഇത്രയും ദിവസമായിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയും അതിൻ്റെ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ടീമും ഓരോ കഥാപാത്രങ്ങളായിട്ട് പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങൾ പുറത്തു വിടുമ്പോഴേക്കും അതിൻ്റെ ഹൈപ്പ് കൂടി വരികയാണ്. ആ ഹൈപ്പ് കൂടി വരുമ്പോഴേക്കും അവർ വീണ്ടും ഇതിൻ്റെ ഒരു എമ്പുരാൻ്റെ പേര് വെച്ചിട്ട് വരുമ്പോഴേക്കും അവർക്ക് വീണ്ടും ഹൈപ്പ് കൂട്ടി അതിൻ്റെ അത്യുന്നതങ്ങളിലേക്ക് എത്തിച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ഹെവി റിസ്ക് ആണ്. കാരണം ഇതൊരു വലിയ സ്കെയിലുള്ള സംഭവമാണെന്നുള്ളത് ഓൾറെഡി വീഡിയോ കണ്ടന്റിലൂടെ അറിയിച്ചു. ഓരോ ദിവസവും അവരുടെ പ്രൊമോഷൻ വരുന്നുണ്ട്. ഇന്ന് ലാൽ സാറിൻ്റെ തന്നെ ക്യാരക്ടർ പോസ്റ്റർ ഇറങ്ങി. ഇതൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓൺലൈൻ മാധ്യമങ്ങൾ ക്ലിക്ക് ബൈറ്റിലേക്ക് വീണു തുടങ്ങി. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട സംഭവം എന്ന് വെച്ചാൽ എമ്പുരാന് ക്ലാഷ് വെച്ച് വീരധീര ശൂരൻ അല്ലെങ്കിൽ ചിയാൻ വിക്രം,
അവിടെ തമിഴ് ഇൻഡസ്ട്രിയുടെ കാര്യങ്ങൾ അവർക്ക് കിട്ടുന്ന ഡേറ്റ് അനുസരിച്ച് മറ്റ് താരങ്ങളുടെ പ്രശ്നങ്ങളില്ലാതെ അവരുടെ റിലീസ് ഇല്ലാതെ ഒരു സിനിമ അവർക്ക് കിട്ടിയ ഡേറ്റിന് വെക്കുന്നു. മോഹൻലാലും ചിയാൻ വിക്രം എന്ന് പറയുന്ന രണ്ടുപേരും അവർ സൗഹൃദങ്ങളുള്ളവരാണ്, അതിന്റെ പ്രൊഡക്ഷൻ കമ്പനികൾ തമ്മിൽ സൗഹൃദങ്ങളുള്ളവരാണ്. ചിലപ്പോൾ അവർക്ക് തമിഴ്നാട്ടിൽ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പറ്റുന്ന സമയം അങ്ങനെയാണ്. ഇവിടെ ലാൽ സാറിന്റെ ഡേറ്റ് വെച്ചത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് ഉടൻ ക്ലാഷ് വെച്ച് ചിയാൻ വിക്രം എന്ന് പറയുമ്പോഴേക്കും അവിടെ ക്ലിക്ക് ബൈറ്റ് വീഴും. അതിന്റെ താഴെയും പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ പ്രതികരിച്ചിരിക്കുന്നത് രണ്ട് സിനിമയും വിജയിക്കട്ടെ. സോ ഫൈനലി എന്താണ് ലാൽ സാർ ഇട്ട ആ ഒരു സംഭവമാണ്, സിനിമ വിജയിക്കണം, സിനിമയോടൊപ്പം നിൽക്കണം. ഇവിടെ ഏറ്റവും ഒരു പ്രത്യേക കാര്യം പറയേണ്ടത്, പലരും പറഞ്ഞു അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്നല്ല. ഫൈനലി കണ്ടന്റ് ഇല്ലാത്ത ഏത് സിനിമയാണ് ഇവിടെ ഓടിയിട്ടുള്ളത്? നമ്മൾ പലപ്പോഴും പല പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തും പറയുന്ന സംഭവമാണ് ഇത്ര ചിലവാക്കിയാൽ മതി, അല്ലെങ്കിൽ ചിലത് ഇത്ര കൂടുതൽ ചിലവാക്കണം. ചിലപ്പോൾ സിനിമയുടെ പ്രിവ്യൂ കാണുമ്പോഴേക്കും കൂടുതൽ ചിലവാക്കണമെന്ന് പറയും, ചിലപ്പം ഓവറായിട്ട് വർക്ക് ചെയ്യും. ചിലത് ഞാൻ പറയും ഇങ്ങനെ മതി എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ അവരുടെ പൈസ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ അത്യുന്നതങ്ങളിലേക്കുള്ള മറ്റേ മഹോത്തരമായിട്ടുള്ള സിനിമകൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പല പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തും ചെന്ന് പറഞ്ഞ് ആ ഏതെങ്കിലും ഒരു സിനിമ ഹിറ്റ് ആകുമ്പോൾ ഞങ്ങൾ ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട പ്രൊഡ്യൂസേഴ്സ് 2 ദിവസവും 3 ദിവസവും ഒക്കെ തിയേറ്ററിൽ ആളെ കയറ്റി 30-35 ലക്ഷം രൂപ ആളെ കയറ്റാൻ വേണ്ടി കളയുന്ന ഒരു ഇൻഡസ്ട്രിയിലേക്ക് മാറി. അവരൊക്കെ ഇന്ന് എവിടെ ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല. അത് പലരും പറഞ്ഞ ആ ഒരു വ്യാജ കാര്യങ്ങൾ പറയുമ്പം ഇവർ ഇന്ന സിനിമ ചെയ്ത് വിജയിപ്പിച്ചു, അങ്ങനെയാണെങ്കിൽ ഇവർക്ക് വർക്ക് കൊടുക്കാം, ഇവർ പറഞ്ഞ സ്ട്രാറ്റജി എടുക്കാം. ഈ സ്ട്രാറ്റജി കൊണ്ട് ഒരു സിനിമയ്ക്കകത്ത് കണ്ടന്റ് ഇല്ല, ഒരു സിനിമയ്ക്കകത്ത് ഒരു ആവറേജ് എബോവ് പെർഫോമൻസ് ഇല്ല, അല്ലെങ്കിൽ ആ കണ്ടന്റ് ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. കാരണം പൊതുസമൂഹത്തിന് കൃത്യമായിട്ട് അറിയാം, അത് കൊച്ചിയിൽ മാത്രം ഇവിടെ എന്തെങ്കിലും ഷോ ഓഫ് കാണിച്ചിട്ടോ കാലിക്കറ്റ് നടത്തിയിട്ടോ തിരുവനന്തപുരത്ത് നടത്തിയിട്ടോ അല്ല. നമ്മളിപ്പോൾ കൊല്ലത്ത് ചെന്നിട്ടോ ആലപ്പുഴയിൽ ചെന്നിട്ടോ ഒരു ഗ്രാമീണ സ്ഥലത്ത് പോയാൽ പോലും ഒരു പടം ഹിറ്റായിട്ടുണ്ടെങ്കിൽ 12 മണിക്കൂറിനുള്ളിൽ ഒരു പ്രേക്ഷകനെ തിരിച്ചറിയാം, അവൻ ആ സെൻസ് വന്നു, കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ക്ലിക്ക് ബൈറ്റിന് വേണ്ടി ഇങ്ങനെയുള്ള സാധനം കിടുമ്പോഴേക്കും എമ്പുരാന് ഇത് വെച്ചിട്ട് എമ്പുരാനെ തകർക്കാൻ വേണ്ടി ആരും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം മോഹൻലാലിൻ്റെതാണ്. അത് മോഹൻലാൽ അല്ലെങ്കിൽ ഒരു മമ്മൂട്ടി ചിത്രം ഒരു കണ്ടന്റ് ക്വാളിറ്റി ഉള്ള ചിത്രമാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രേക്ഷകർ ഏറ്റെടുത്ത് വൻ ഇതിലേക്ക് കൊണ്ടുപോകുന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഏറ്റവും ഒരു കാര്യം പറയേണ്ട സംഭവം എന്ന് പറയുന്നത്, നമ്മുടെ ഇൻഡസ്ട്രി പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു ചിത്രമാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. കാരണം നമുക്കും മറ്റ് ഭാഷകളിലുള്ള ആളുകൾ ഇറക്കുന്നത് പോലെയുള്ള ചിത്രം, വലിയ സ്കെയിലുള്ള ചിത്രം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നാളെ പിടിച്ചിരിക്കാൻ പറ്റൂ. എമ്പുരാനെ പൂട്ടാനാണോ എന്നുള്ള ക്യാമ്പയിൻ വന്നത് മെയിൻ സ്ട്രീം മീഡിയയുടെ ഭാഗത്തു നിന്നല്ല. മറ്റ് പല പ്രധാനപ്പെട്ട വാർത്തകളിലും കുരുങ്ങിക്കിടക്കുകയായിരുന്നു മെയിൻ സ്ട്രീം മീഡിയ മുഴുവൻ. അത് വന്നത് ഓൺലൈൻ ക്യാമ്പയിനകത്തു നിന്നാണ്. സ്വാഭാവികമായിട്ടും മെയിൻ സ്ട്രീം മീഡിയ ഇത് ഏറ്റെടുത്തൊരു വിഷയമാണ്. പക്ഷേ അങ്ങനെ ഒരു ശക്തമായിട്ടുള്ള ക്യാമ്പയിൻ വ്യക്തമായിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ, അതിനകത്ത് മൂവി ഗ്രൂപ്പുകളിൽ പോലും വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ഫേക്ക് ഐഡീസ് വെച്ചിട്ട് ഒരേ കണ്ടന്റ് പല ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്ത് പല വ്യാജ ഫേസ്ബുക്ക് പ്രൊഫൈലിലും ഒരേ കണ്ടന്റ് അല്ലേ വന്നത്? ഞാൻ ചോദിക്കുന്നത് അത് പലപ്പോഴും പല കാര്യങ്ങൾക്കും സൃഷ്ടിക്കപ്പെടുത്താൻ വേണ്ടി കാര്യങ്ങളുണ്ട്. പക്ഷെ അതിലേക്ക് ഒരു സമൂഹം ഒരിക്കലും വീഴത്തില്ല. കാരണം എമ്പുരാനെ പൂട്ടാനെന്ന് പറയുകയാണെങ്കിലോ എമ്പുരാനെ ലോക്ക് ചെയ്ത് വെച്ചേക്കണമെന്ന് പറഞ്ഞാലോ ജനം അതിലേക്ക് വീഴുന്ന ഒരു കാര്യത്തിലേക്ക് വരത്തില്ല. അത് ഒരു മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാനും പറ്റത്തില്ല. പക്ഷേ ഞാൻ ഇന്ന് ചോദിക്കുന്നു, ഇന്നിപ്പോൾ ഇവിടെ നടന്ന സംഭവം എന്താണ്? ഇന്ന് രാവിലെ അവർ പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ വളരെ വ്യക്തമാണ്. മാർച്ച് 25 ശേഷം റിലീസിന് വരുന്ന സിനിമകളുടെ കരാർ ഫിലിം ചേംബറിന്റെ അനുമതി ഇല്ലാതെ ഒപ്പിടരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാർച്ച് 27 സിനിമാ സംഘടനകളുടെ സൂചനാ പണിമുടക്ക് എന്ന് ആരാണ് പറഞ്ഞത്? പലരും ഞാൻ ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രസ്താവനകളെല്ലാം ഞാൻ കേട്ടപ്പോഴും പറഞ്ഞിട്ടുണ്ട് 27 അങ്ങനെ ഒരു സംഭവം അവർ പ്ലാൻ ചെയ്തിട്ടില്ല. മാർച്ച് ആദ്യ വാരത്തിൽ നടക്കുന്ന സംഘടനയുടെ മീറ്റിംഗിലാണ് അവർ തീരുമാനിക്കാൻ വേണ്ടി ഇരിക്കുന്നത് സൂചനാ പണിമുടക്ക്. അതിനിടയിൽ ഉടൻ തന്നെ ഡേറ്റായി മാർച്ച് 27 ലാൽ സാറിന്റെ പടം ഇറങ്ങുന്ന എമ്പുരാന്റെ അതേ ദിവസം തന്നെ സൂചനാ പണിമുടക്ക് സിനിമ സംഭവിക്കുന്നു. നേരത്തെ ഒരാൾ ചർച്ചയിൽ പറഞ്ഞത് പ്രകാരം തന്നെ ഞാൻ വ്യക്തമായിട്ട് പറയാം. ഞാനും കൊച്ചിയിൽ വന്നിട്ട് ആലപ്പുഴയിൽ നിന്ന് വെളുപ്പാങ്കാലം 3 മണിക്ക് എന്തോ കൊച്ചിയിൽ വന്നിട്ട് കണ്ട പടമാണ് ഒടിയൻ. അന്ന് ഇവിടെ ബന്ധായിരുന്നു, അന്ന് ഹൗസ്ഫുൾ ആയിരുന്നു. ഈ ഒരു സിനിമ അല്ല പ്രതീക്ഷ, അങ്ങനെ ഒരു പ്ലാന്റ് മൂവി മാർച്ച് 27 എന്നുള്ള ഒരു ഡേറ്റ് വരുന്നു. പല കാര്യങ്ങളും ഞാൻ പറയട്ടെ. ഞാൻ ഒരു സിനിമ ഒരു സിനിമ വളരെ വളരെ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ, എല്ലാത്തരം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ, ആ സിനിമ കൊള്ളില്ല എന്നൊരു പ്രേക്ഷകൻ ഒരു പങ്കുവെച്ച് ആ സിനിമ കണ്ടിട്ട് തന്നെ ഇന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് പങ്കുവെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുക? അതിന് താഴെ കംപ്ലീറ്റ് നെഗറ്റീവ്, അയാൾക്കെതിരെയുള്ള നെഗറ്റീവ് ആയിരിക്കും കൂടുതൽ വരുന്നത്. കാരണം അങ്ങനെയൊന്നും ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ വേണ്ടി ഇന്നത്തെ പറ്റത്തില്ല. പിന്നെ ഒരു സംഘടനയിൽ നിലനിൽക്കുമ്പോൾ, ഞാനിപ്പോൾ ഫെഫ്ക എന്ന് പറഞ്ഞ സംഘടനയിൽ PR യൂണിയനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സംഘടന എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അധിഷ്ഠിതമായിട്ട് നിൽക്കാൻ പ്രാപ്തി ഉണ്ടെങ്കിൽ മാത്രം ഞാൻ അവിടെ നിൽക്കുക.
ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ രാജിവെച്ച് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവുക. ശ്രീ ആന്റണി പെരുമാൾ എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സിൽ അദ്ദേഹത്തിന്റെ ആ ഒരു അംഗത്വമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കൂടെ അഭിപ്രായങ്ങൾ മാനിക്കാതെ ഇവർക്ക് എങ്ങനെ സൂചനാ പണിമുടക്കം അല്ലെങ്കിൽ മൊത്തം സംഘടനകളുടെ തീരുമാനം ഇല്ലാതെ എങ്ങനെ ഒരു പണിമുടക്കം നടത്താൻ പറ്റും? സിനിമ എന്ന് പറയുന്നത് ഒരു കൂട്ടായ ഒന്നാണ്. ഇതിന് കൂട്ടായ ഒരാൾക്ക് മാത്രം എടുക്കാൻ പറ്റുന്ന തീരുമാനമല്ല, ഒരാളല്ലേ നിയന്ത്രിക്കുന്നത്. താരങ്ങളില്ലാതെ എങ്ങനെയാണ് സിനിമ? സാങ്കേതിക പ്രവർത്തകരില്ലാതെ എങ്ങനെയാണ് സിനിമ? ഈ ഒരു ഒറ്റക്കെട്ടായി നിന്ന് സിനിമ സമരം മാത്രമേ വിജയിക്കത്തുള്ളൂ. പിന്നെ സമരം വേണ്ട എന്നല്ല, കാരണം ഇവരെല്ലാവരും കൂടി അണിചേർന്ന് നാളെ പറയുകയാണ് ഇത് അവകാശങ്ങൾ, ഇവരിപ്പോ ഉന്നയിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള സമരത്തിന്റെ വിഷയത്തിലേക്ക് വരാം. സമരം അത് ഇനിയുണ്ടല്ലോ സമയം. പ്രതീക്ഷ സമരം ഇനിയും ഉണ്ടല്ലോ വിഷയം. അതൊരു നേരത്തെ ആദർശ് പറഞ്ഞല്ലോ, അത് സെക്രട്ടറിയേറ്റിന് മുന്നിൽ സമരം ചെയ്യണോ, സിനിമ മുടക്കി സമരം ചെയ്യണോ, ഇതൊക്കെ അവർ തീരുമാനിക്കട്ടെ. സിനിമാ മേഖലയാണല്ലോ, ഒറ്റ തീരുമാനം ഏകകണ്ഠമായിട്ടൊക്കെ എടുക്കണമല്ലോ. അതിന് കുറച്ച് സമയം എടുക്കുന്നതാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്. പക്ഷേ ഈ പിൻവലിക്കാൻ വേണ്ടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക ആന്റണി പെരുമ്പാവൂർ, ഇതെല്ലാം എമ്പുരാന്റെ താരങ്ങളടക്കം ഇതൊക്കെ ആഘോഷിച്ചുകൊണ്ട് റീഷെയർ ചെയ്യുക, അത് കഴിഞ്ഞ് ഇപ്പോൾ ഇതാ ഇത് പോസ്റ്റ് പിൻവലിക്കുക. അതുവരെ ഇത്രയും ഓൾറെഡി ഹൈപ്പുള്ള ഇത്രയും ബ്രഹ്മാണ്ഡ സിനിമയെ അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു 50% ഹൈപ്പിൽ, എക്സ്ട്രാ ഹൈപ്പിൽ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ സിനിമാ ചർച്ചകളിലും. അതാ സിനിമയ്ക്ക് ഗുണമല്ലേ? ഒരിക്കലും അല്ല. കാരണം ഇവിടുത്തെ എന്ത് പറയുക, ഓസ്കാർ അവാർഡ് കിട്ടിയ പടം മുതൽ, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പടം മുതൽ, നാഷണൽ അവാർഡ് കിട്ടിയ പടം മുതൽ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ടതും ആഘോഷിക്കപ്പെടാത്തതുമായ, അതായത് തിയേറ്ററിൽ തകർന്നടിച്ച സിനിമകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ പ്രൊമോഷൻ നമ്മൾ ഏറ്റവും വലിയ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, നമ്മൾ കൊടുക്കുന്ന ഹൈപ്പ് കൂട്ടി 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 കൊടുത്തു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ വലിപ്പം, ആ ഒരു വലിപ്പം എന്ന് പറയുന്നത് അവർ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഹൈപ്പ് കൂടി കൂടി വരും. ഈ ഹൈപ്പ് നമുക്ക് നിലനിർത്താൻ പറ്റില്ല, ടെൻഷൻ ആയിരിക്കും. ഇവൻ ഇതിന്റെ ഡയറക്ടറിന് ടെൻഷൻ ആയിരിക്കും. കാരണം ഇത് കൂട്ടി കൂട്ടി വെച്ചാൽ നമ്മൾ ഈ സിനിമ കാണാൻ വേണ്ടി പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ലിയോ എന്ന് പറഞ്ഞൊരു പടത്തിന് തമിഴ് പടമാണെന്നുണ്ടെങ്കിൽ വിജയ് സാറിന്റെ പടം വരുന്നുണ്ടെന്ന് ഇതിന്റെ ഓരോ പോസ്റ്റർ കാണുമ്പോഴും അപ്ഡേറ്റ് ആണ്. അവസാനം ഇതിന്റെ ട്രെയിലർ എന്ന് പറയുമ്പോൾ വലിയ രംഗങ്ങളൊന്നും പുറത്തേക്ക് വിട്ടിട്ടില്ല. പിന്നെ പോസ്റ്ററുകളിലും ആ ക്വാളിറ്റി ഒരു നീതി പുലർത്തിയെന്ന് വെച്ചാൽ അവസാന പോസ്റ്ററുകൾ നീതി പുലർത്തിയില്ല. അതിന്റെ ഹൈപ്പ് കുറച്ച് ഡൗൺ ആക്കിയതാണ്. കാരണം പ്രേക്ഷകൻ അത്രത്തോളം ചിന്തിച്ചാൽ വാരിക്കോരി കൊടുക്കാൻ വേണ്ടി ഒരു സിനിമയ്ക്കും പറ്റത്തില്ല. കാരണം തിയേറ്ററിൽ നിന്ന് പൊട്ടിത്തകരുകയോ കുലുങ്ങി തകരത്തുന്നുള്ള അവസ്ഥയൊന്നും ഇല്ല. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുലുങ്ങിയില്ലെന്നുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. സാധാരണ പ്രേക്ഷകൻ പ്രതികരിക്കും. അതായത് ഹൈപ്പ് കൂടുന്നത് ദോഷമാകേ ഉള്ളൂ സിനിമയ്ക്ക് എന്നല്ലേ ആ ഒരു കണക്ക് കൂടി, റൈറ്റ്? ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. കാരണം ഹൈപ്പ് കൂടുന്നത് സിനിമയ്ക്ക് ദോഷമാണ്. ആവറേജ് ഹൈപ്പിൽ നിൽക്കുന്നതാണ് നല്ലത്. ഇപ്പം അവർക്കൊരു സിനിമാ പ്രൊമോഷന് വേണ്ടി. പിന്നെ ഏറ്റവും വ്യക്തമായ കാര്യം പറയുന്ന സംഭവം വെച്ചാൽ, നെഗറ്റീവ് പ്രൊമോഷൻ വഴി സിനിമയിൽ പലപ്പോഴും പറയും ഇങ്ങനെ കത്തിച്ചാൽ സിനിമ കയറും, ഇങ്ങനെ ഒരു ചർച്ച വന്നാൽ സിനിമയ്ക്ക് ഗുണകരമായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം വന്നാൽ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ, ഇത് വന്നു കഴിഞ്ഞാൽ അതിന്റെ പെടാപ്പാടി നൂരാൻ വേണ്ടി പറ്റുന്നത് അവർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഇടയ്ക്ക് നടന്ന ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സിനിമ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ചർച്ചകൾ ഒക്കെ നടന്നതാണ്. ഒരു പ്രമുഖ വ്യക്തിയുമായിട്ടും ആ സിനിമയുടെ പേര് പറഞ്ഞിട്ടും അതിന്റെ വിവാദങ്ങളും അദ്ദേഹത്തിന്റെ പുസ്തകവുമായിട്ട് നടന്നതാണ്. പക്ഷേ അത് ചർച്ചകൾ നടന്നു, പത്രത്തിൽ വന്നു, അല്ലെങ്കിൽ ചാനലുകളിൽ ചർച്ചയായി എന്നുള്ളതല്ലാതെ തിയേറ്ററിൽ ആൾ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ വരുന്ന ആ സംഭവം, ആ രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കണം. അതിന് അവരുമായിട്ട് കണക്ട് ചെയ്യണം, അവർക്കത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് തോന്നണം. ഇപ്പോഴത്തെ ഏറ്റവും വലിയ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഒരു നല്ല സിനിമയ്ക്ക് അല്ല ആൾക്കാർ വരുന്നത്, ഒരു ഗുഡ് ഫീൽ ഫിലിം അവർ വരുന്നില്ല. അവർ നോക്കിയിട്ട് വരുന്നത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കണ്ടന്റ് ഉണ്ടോ, എത്ര പേര് കൂടുതൽ സംസാരിക്കുന്നു, 10 പേര് പറഞ്ഞാൽ 100 പേര് പറയുന്നവരെ വെയിറ്റ് ചെയ്യുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് സിനിമ എത്തുകയാണ്. ഒരു പ്രൊമോഷനും ഇല്ല. ഒരു കാര്യം കൂടി പറയാം, ചാവ എന്ന് പറഞ്ഞ സിനിമ ഇവിടെ ഹൗസ്ഫുൾ ആണ്. ശ്രീ വിനു കിരിയത്ത്, ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നൊരു ചൊല്ലിലേക്ക് ഇപ്പൊ ഈ പറഞ്ഞു വരുമ്പോൾ ഹൈപ്പ് കൂട്ടിക്കൊണ്ടുവരിക, ആ പടത്തിന്റെ നിർമ്മാതാക്കൾക്കും സംവിധായകനും അടക്കം പ്രഷർ കൊണ്ടുവരുന്ന രീതിയിലേക്ക് എത്തിക്കുക. ഇത്രയും ദിവസങ്ങൾ ആ ഹൈപ്പിൽ എങ്ങനെ നിർത്തി ആ സിനിമയെ. പിന്നെ നേരത്തെ ആദർശ് പറഞ്ഞ ആ വിഷയം തന്നെ, ED റെയ്ഡ് നടത്തി 2 ദിവസത്തിനുള്ളിൽ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുക. പിന്നെ പറയുന്ന കണക്കുകൾ 10% പോലും കോൺട്രിബ്യൂഷൻ കൂടിയ ശേഷം തമിഴ് സിനിമ പോലും ബാക്ക് ഔട്ട് ചെയ്ത്, ഇപ്പം ബോളിവുഡ് സിനിമയും ബാക്ക് ഔട്ട് ചെയ്ത് നിന്ന സമയങ്ങൾ പോലും മലയാള സിനിമ ആ നേടിയ ഇതൊന്നും കണ്ടില്ല എന്ന് പറയുക. തൊഴുത്തിലാണ് ജീവിക്കുന്നത് പല നിർമ്മാതാക്കളെന്നും എന്ന് പറയാം. പല നിർമ്മാതാക്കളും ഇതിനു മുമ്പുള്ള കാലത്ത് ആത്മഹത്യ ചെയ്യും, കുത്തുവാള എടുക്കുകയും കാറുള്ളവൻ കാളവണ്ടി പോയ ചരിത്രങ്ങളൊക്കെ പല സിനിമാ ചരിത്രത്തിൽ തന്നെയുണ്ട്. അപ്പോൾ ജി സുരേഷ് കുമാർ എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്ന കാര്യങ്ങളുടെ പൊള്ളത്തരം, ഈ ക്യാമ്പയിന്റെ പിറകിലൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ടാർഗറ്റ് വെച്ചിട്ട് കാര്യങ്ങൾ നടക്കുകയായിരുന്നു എന്ന് തോന്നുമോ? എന്ത് പൊള്ളത്തരമാണ് പറഞ്ഞതെന്ന് പറയൂ. നോക്കൂ, ഇപ്പോൾ ആദർശ് ഇവിടെ പറഞ്ഞ 1000 കോടി രൂപ കിട്ടിയ മലയാള ഇൻഡസ്ട്രിയുടെ പറഞ്ഞു, എത്ര പോയപ്പോഴാണ് 1000 കോടി കിട്ടിയതെന്നറിയാമല്ലോ. സുരേഷ് കുമാർ പറയുന്നത് 200-ൽ 24 വിജയിച്ചവർക്ക് വേണ്ടിയിട്ടല്ല എന്ന് പറയുന്നുണ്ട്. ബാക്കി 126 സിനിമയുടെ കോസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് 1000 കോടിക്ക് മേളിൽ പോകുന്നുണ്ട്.
പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സിനിമ പൊട്ടിക്കാനോ അല്ലെങ്കിൽ ജയിപ്പിക്കാനോ സുരേഷ് കുമാർ എന്നല്ല നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ആർക്കും പറ്റില്ല. അത് പ്രേക്ഷകൻ തന്നെ വിചാരിക്കണം. ഇപ്പോൾ PR അദ്ദേഹം പറഞ്ഞതുപോലെ സിനിമ വിജയിപ്പിക്കുന്നത് പ്രേക്ഷകനാണ്. ഇന്ന് പണ്ടത്തെ പോലെയല്ല. എത്ര ആയാലും അഭിപ്രായം അറിഞ്ഞിട്ട് മാത്രമാണ് ഫാമിലി സിനിമയ്ക്ക് പോവുക. ഫസ്റ്റ് ഡേ പോകുന്നത് കുറേ ഫാൻസും കുറേ സിനിമാ പ്രേമികളായ യൂത്തും പോവും. പടം കൊള്ളാമെങ്കിൽ അവരുടെ പബ്ലിസിറ്റിയിലപ്പുറം ഒരു ക്യാമ്പയിൻ ഇതുപോലെ നടത്തിയിട്ട് ഒരു കാര്യവുമില്ല. അങ്ങനെയാണ് എല്ലാ പടവും ഓടുന്നുണ്ട്. സൂപ്പർ സ്റ്റാർസിൻ്റെ ആയാലും സാധാരണ ആൾക്കാരുടെ ആയാലും പടം കൊള്ളാമെങ്കിൽ അത് താരം മാത്രമല്ല, നല്ല സ്ക്രീൻ പ്ലേ, നല്ല ഡയറക്ഷൻ, നല്ല പാട്ട് എല്ലാം കൂടെ ചേരുന്നതാണ് സിനിമ. അല്ലെങ്കിൽ എല്ലാ സൂപ്പർ സ്റ്റാർസിൻ്റെ എല്ലാ പടവും ഓടണം. അങ്ങനെയല്ല എമ്പുരാൻ എന്ന് പറയുന്ന പടം പൃഥ്വിരാജിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ടല്ലോ. ആ പ്രതീക്ഷ വെച്ചും കൊണ്ട് തിയേറ്ററിൽ ഫസ്റ്റ് ഡേ എല്ലാവരും പോവും. കൊള്ളാമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇന്നലെ ബൈജു ആരോ പറയുന്നത് കേട്ടു, ചിലപ്പോൾ പൃഥ്വിരാജ് ഇതോടുകൂടി ഡയറക്ടോറിയൽ സൈഡിൽ ഹിന്ദിയിൽ വരെ പടം ചെയ്യാൻ ചാൻസ് ഉള്ള രീതിയിലാണ് ഓരോന്ന് എടുത്തിരിക്കുന്നതെന്നൊക്കെയാണ് ബൈജു പറഞ്ഞിരിക്കുന്നത്. സന്തോഷമല്ലേ? നോക്കൂ, ഒരു സിനിമ ഓടുമ്പോൾ ഇപ്പോൾ ആദർശിനൊന്നും അറിയില്ല, സുരേഷ് കുമാറൊന്നും അങ്ങനെ സിനിമ പൊട്ടാനൊന്നും പ്രാർത്ഥിക്കുന്ന ആൾക്കാരൊന്നും അല്ല കേട്ടോ. ഇൻഡസ്ട്രിയോട് കൂറുള്ളവർ ആരുടെ സിനിമയും വിജയിക്കണമെന്ന് വിചാരിക്കണം. ഞാൻ പോലും ഈ എമ്പുരാൻ വിജയിക്കണമെന്ന് തന്നെയാണ്. കാരണം അത്രയ്ക്ക് കോസ്റ്റ് മുടക്കിയ, അത്രയ്ക്ക് പ്രയത്നിച്ച ഒരു സിനിമ വിജയിക്കട്ടെ തന്നെ. ഓരോ സിനിമ പൊട്ടുമ്പോഴും നമ്മളെപ്പോലുള്ളവർക്ക് വിഷമം തന്നെയാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, കീർത്തി സുരേഷ് 4 കോടി വാങ്ങിച്ചെന്ന് ഏത് സിനിമയ്ക്കാണെന്നൊന്ന് പറയാമോ? ബോളിവുഡിലെ ലാസ്റ്റ് നമ്മൾ ചർച്ച ചെയ്യുന്ന മലയാള സിനിമയെ കുറിച്ചാണ്. ബോളിവുഡ് വിടും. രജനി, ഞാൻ ചോദിക്കട്ടെ, നയൻതാര ഇവിടെ വാങ്ങിക്കുന്ന പൈസയാണോ തമിഴിൽ വാങ്ങിക്കുന്നത്? മലയാളത്തിൽ വാങ്ങിക്കുന്ന സിനിമയുടെ കോസ്റ്റ് ആദ്യമേ കുറച്ച് മാതൃക കാണിക്കട്ടെ. കീർത്തി മലയാളത്തിൽ വാങ്ങിച്ചില്ലല്ലോ. കീർത്തി മലയാളത്തിൽ 4 കോടി വാങ്ങിച്ചോ? 4 കോടി വാങ്ങിക്കട്ടെ. ഇപ്പൊ നിലവിൽ എത്രയാണോ വാങ്ങിക്കുന്നത് അത് കുറച്ച് കാണിക്കട്ടെ ആദ്യം. മാതൃകാപരമായിട്ട് അവിടുന്ന് തുടങ്ങട്ടെ. മമ്മൂട്ടി മാത്രമല്ല, 1 കോടി എവിടെ കിടക്കുന്നു, 30 കോടി 40 കോടി എവിടെ കിടക്കുന്നു, അത് വിടൂ. ഓരോ താരങ്ങളും അതിപ്പോ മമ്മൂട്ടിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും കോടികൾ കിട്ടുന്നത്? അദ്ദേഹം 30-40 വർഷം ഇൻഡസ്ട്രിയിൽ നിന്ന് അധ്വാനിച്ചിട്ട് കൊണ്ടാണ്. 40 വർഷത്തെ അധ്വാനം കാണില്ലേ? ഇപ്പൊ ഒരു ഫ്രഷർക്ക് കിട്ടുന്ന 40 വർഷത്തെ എക്സ്പീരിയൻസ് കിട്ടുന്ന സാലറി. ആദർശേ, ഈ 40 വർഷം ഒറ്റയ്ക്കല്ല, ഇതിന്റെ പിന്നിൽ കുറെ നിർമ്മാതാക്കളും കുറെ സംവിധായകരും ഒക്കെ ഉണ്ട്. അതേ ഞങ്ങളൊക്കെ പറയുന്നുള്ളൂ. സ്വയമായിട്ട് വന്നതൊന്നുമല്ല. അതിന്റെ അവർക്ക് ഇവിടെ നേടിയ നിർമ്മാതാക്കൾ കുറവാണ് ആദർശേ. അത് ഈ താരങ്ങളുടെ മേളിൽ അതിന്റെ ലൈബിലിറ്റി വെക്കുന്നതിനാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങളിൽ മലയാള സിനിമയ്ക്ക് ഇത്രയും നഷ്ടങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇത് താരങ്ങളുടെ നഷ്ടങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണോ? ഇതിനകത്ത് തിരക്കഥാകൃത്തിന് പങ്കാളിത്തം. അവിടെ സുരേഷ് കുമാർ എടുത്തു പറയുന്നുണ്ട്, മിനിമം ഗ്യാരണ്ടി ഉണ്ട് സൂപ്പർ സ്റ്റാർസിന്, അതും പറയുന്നുണ്ട്. സുരേഷ് കുമാർ പറയുന്നത് റെമ്യൂണറേഷനേക്കാൾ ഉപരി ഇപ്പോഴും പറയുന്നത് അനാവശ്യ ചെലവുകൾ കുറയ്ക്കൂ. നിങ്ങളുടെ കൂടെ ഒരു 5-6 പേരെ കൊണ്ടുവന്നാൽ അത്രയും പൈസ പ്രൊഡ്യൂസ് ചെയ്യരുതെന്ന് പറയാൻ ഇദ്ദേഹം ആരാണ്? താരങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞത് അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമാണ്. കാരണം അവരുടെ റൈറ്റിനെ ചോദ്യം ചെയ്യുന്നതാണ്. അവർക്ക് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന റൈറ്റ് ആണ് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റൈറ്റ്. അത് അവർ ചെയ്യരുതെന്ന് പറയാൻ ഇദ്ദേഹം ആരാണ്? ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റി പറഞ്ഞല്ലോ പുള്ളി. അഭിപ്രായം നോക്കൂ, ഇതാണ് വേറൊരു വഴിയില്ലാഞ്ഞിട്ടാണോ ആശീർവാദ് സിനിമാസ് വന്നു, മമ്മൂട്ടി കമ്പനി പോസ്റ്റ് ഇടേണ്ടി വന്നത്? ആന്റണി പെരുമ്പാവൂരിന് എന്തുകൊണ്ടാണ് പോസ്റ്റ് ഇടേണ്ടി വന്നത്? ജി സുരേഷ് കുമാർ അന്ന് വിളിച്ച പ്രസ് മീറ്റിൽ വന്ന് പറയുകയാണ് എമ്പുരാന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 175 കോടിയാണ്. ഇത് പറയാൻ ജി സുരേഷ് കുമാർ അല്ല പറഞ്ഞത്. അതാണ് ഇതൊക്കെയാണ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ കാണുന്നത്. മാത്രമല്ല അന്നത്തെ മീറ്റിംഗിൽ ആന്റണി പെരുമ്പാവൂർ വന്നില്ല. പുള്ളി പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ആളാണ്, വന്നില്ല. അവിടെ ഒരു എമ്പുരാന്റെ ബഡ്ജറ്റ് ഒരു പൊതുവേദിയിൽ വന്ന് പറയാൻ ജി സുരേഷ് കുമാർ ആരാണ്? അത് ആന്റണി പെരുമ്പാവൂരിന് അറിയാവുന്ന കാര്യം, അല്ലെങ്കിൽ എമ്പുരാന്റെ പ്രൊഡ്യൂസർ പറയേണ്ട കാര്യം, ആശീർവാദോ ലൈക്കയോ പറയേണ്ട കാര്യം ഈ സുരേഷ് കുമാർ അല്ലാതുള്ള വെളിയിൽ വന്നു കഴിഞ്ഞല്ലോ. അല്ലെ, ജി സുരേഷ് കുമാർ പറയുന്നതിന്റെ ക്ലിപ്പിംഗ് ഉണ്ടല്ലോ. അദ്ദേഹം തന്നെ പൊതുവേദിയിൽ വന്നത് പറയുമ്പോഴാണ് ആന്റണി പെരുമ്പാവൂരിന് പോസ്റ്റ് ഇടേണ്ടി വരുന്നത്. അദ്ദേഹം നിർമ്മിക്കുന്ന പടത്തിന്റെ ബഡ്ജറ്റ് ഇത്രയാണ് എന്ന് ആദ്യമേ ഒരു പൊതുവേദിയിൽ വന്ന് പറയാൻ ഇതിന് ടാക്സ് ഇറക്കേണ്ട ആൾ ആന്റണി പെരുമ്പാവൂർ അല്ലേ? അപ്പോൾ അദ്ദേഹം അല്ലേ അത് പൊതുസമൂഹം റിപ്പോർട്ട് കൊടുക്കേണ്ടത്? അതല്ലാതെ ഈ ജി സുരേഷ് കുമാർ വന്ന് പറയേണ്ട ആവശ്യം എന്താണ്? നോക്കൂ, അതുകൊണ്ട് മാത്രമാണ് ആന്റണി പെരുമ്പാവൂർ ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കണം. അവർ ഫൈനൽ ഡിസിഷൻ എടുക്കാൻ അവർക്കാണ്. എനിക്കോ സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇഡി റെയ്ഡ് കൂടെ നേരത്തെ ചോദിക്കുന്നുണ്ടായിരുന്നു ആദർശ്. അതായത് അത് നടന്ന് 2 ദിവസത്തിനുള്ളിലാണ് ഈ പോസ്റ്റ് തന്നെ കാണാൻ മറയത്തായി. അതെ, അല്ലെ, ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ജി സുരേഷ് കുമാർ സ്വന്തം സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നത് പോലെ അല്ലല്ലോ. ഒരാൾ ഇൻഡിവിജ്വലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടത്തിന്റെ കളക്ഷൻ എത്രയാണ്, അല്ലെങ്കിൽ അതിന്റെ ബഡ്ജറ്റ് എത്രയാണ് എന്നൊക്കെ അദ്ദേഹം പൊതുവേദിയിൽ വന്ന് പറയുമ്പോൾ അത് ആ പ്രൊഡ്യൂസറിനെ അഫക്ട് ചെയ്യില്ലേ? ആ പ്രൊഡ്യൂസർ അല്ലേ ഇതിന് ടാക്സ് അടയ്ക്കേണ്ടത്? ഇപ്പോൾ അദ്ദേഹത്തിന് പിറ്റേന്ന് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് അല്ല, ഞാൻ തോന്നുന്ന പോലെ ഒരു വേദിയിൽ വന്ന് പറയാൻ കഴിയും. ഇപ്പൊ സാർ ഒരു സംരംഭം തുടങ്ങുകയാണ്, അപ്പൊ ആ സംരംഭത്തിന്റെ മുതൽ മുടക്ക് ഇത്രയാണെന്ന് ഞാൻ ഒരു പൊതുവേദിയിൽ പോയി പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? സാറിന് കുഴപ്പമില്ലായിരിക്കും, പക്ഷെ ആന്റണി പെരുമ്പാവൂരിന് പ്രശ്നമുണ്ട്.
ബാക്കിയുള്ള ആന്റണി പെരുമ്പാവൂരിന്റെ പ്രശ്നമുണ്ട് ആ സിനിമയുടെ. കാരണം ഇപ്പൊ പല സിനിമകളും ചർച്ച ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഹൈപ്പ് വരുമ്പോൾ അതിന്റെ പ്രൊമോഷനിൽ പോലും ബഡ്ജറ്റ് പറഞ്ഞിട്ടാണ് പല സിനിമയുടെ കളക്ഷൻ കാര്യങ്ങളെല്ലാം വലിയ തർക്കങ്ങളൊക്കെ വരുന്നത്. വലിയ കള്ളപ്പണ വിവാദങ്ങളും വലിയ റെയ്ഡൊക്കെ കഴിഞ്ഞ വർഷം നിരത്തി. അതെ അതെ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു സിനിമയുടെ ബന്ധമില്ലാത്ത ഒരാൾ വന്ന് ഇത് പറയുമ്പോൾ എന്ത് പ്രശ്നമാണെന്ന് ആലോചിച്ചു. ബന്ധമുള്ള ആള് തന്നെയാണ് സുരേഷ്. എംബ്രാനുമായി സുരേഷ് കുമാറിന് എന്താണ് എംബ്രാനെ പറ്റി അഭിപ്രായം പറഞ്ഞതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. എംബ്രാനെ പറ്റി അഭിപ്രായം പറഞ്ഞത് എല്ലാവരും കൂടി തിയേറ്ററുകാർ ഉൾപ്പെടെയുള്ള അവർ ഡിസൈഡ് ചെയ്തതാണ്. അത് പറഞ്ഞതുകൊണ്ട് സുരേഷ് കുമാറിന് പറയാനുള്ള ആധികാരികത ഉള്ള ഒരു വ്യക്തി തന്നെ. അല്ല ആദർശ, ഞാൻ ചോദിക്കുന്നത് ഇതെല്ലാം തോളിൽ കൈയിട്ട് നടന്ന് ഈ പ്രശ്നം തീർത്തു, അത്രേ ഉള്ളൂ, ഇത് തമ്മിൽ തല്ലിപ്പിക്കണ്ട എന്നാണ് ശ്രീ വിനുഗിരിയത്ത് പറയുന്നത്. പക്ഷെ ആദർശ് അത് വിശ്വസിക്കുന്നില്ല അല്ലെ? അതൊരു റിഫ്റ്റ് ക്ലിയർ ആണ്. അല്ല, ബേസിക്കലി ഇവരിത് സിനിമ ഇൻഡസ്ട്രിയുടെ പ്രശ്നം എന്നുള്ള രീതിയിൽ പറഞ്ഞു തുടങ്ങി. പിന്നീട് ഇത് അവരുടെ വ്യക്തിപരമായ ഈഗോ ക്ലാഷിലേക്ക് പോവുകയും അതിൻ്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് അതിനകത്ത് നടത്തുകയാണ് ചെയ്തത്. ഈ 3 കാര്യങ്ങൾ ഇതിൽ നടന്നിട്ടുണ്ട്. ഇത് സാധാരണ രീതിയിൽ ഓർഗാനിക്കായി സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് ഇതിനകത്ത് ഈഗോ ക്ലാഷായി അതിനുശേഷം ഇത് പൊളിറ്റിക്കലായി ടേക്ക് ഓവർ ചെയ്തുകൊണ്ടാണ് അതിനകത്തേക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ റെയ്ഡ് ഉൾപ്പെടെ വരുന്നത്. ഇത് ഒരു നിഷ്കളങ്കമായ പ്രവൃത്തിയല്ല. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ റെയ്ഡ് ആ വിഷയത്തിൽ വരുന്ന ഒരു നിഷ്കളങ്കമായ പ്രവൃത്തിയല്ല. അത് സുരേഷ് കുമാർ BJPയുടെ സംസ്ഥാന കൗൺസിലിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. അതിന്റെ പ്രിവിലേജുകൾ പലപ്പോഴും ഈ താരങ്ങൾക്ക് തന്നെ കിട്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അവരുടെ ഈഗോ ക്ലാഷിൽ അത് അങ്ങനെ അല്ലാതായി മാറുന്നു. ശ്രീ ജോസ് തോമസ്, താങ്കൾ കരുതുന്നുണ്ട് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഇതിനകത്ത് നടക്കുന്നുള്ളൂ? ഈ പരിശോധനയ്ക്ക് പിറകെ 48 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ഈ പോസ്റ്റ് പിൻവലിക്കുക, പോസ്റ്റ് കാണാനില്ല, അങ്ങനെ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഇതിനകത്തുണ്ടോ? പറഞ്ഞതിന് പല കാര്യങ്ങളിൽ യോജിപ്പില്ല. ഒന്നാമത്തെ കാര്യം, സിനിമയിൽ രാഷ്ട്രീയമില്ല ആദർശേ. 2, ഇപ്പോ നിങ്ങൾ പറഞ്ഞു സുരേഷ് കുമാറിന് എന്താണ് എമ്പുരാന്റെ കോസ്റ്റിനെ കുറിച്ച് പറയാൻ. ചിലപ്പോൾ അതിന്റെ തലേ ദിവസം ആന്റണിയും സുരേഷും കണ്ടപ്പോൾ ചിലപ്പോൾ വെറുതെ പറഞ്ഞു കാണും, അല്ലെങ്കിൽ ആ സൗഹൃദത്തിനിടയിൽ പറഞ്ഞു കാണും എന്റെ പടത്തിന് ഇത്രയും കോസ്റ്റ് ആയെന്ന്. ആ പടത്തിന് എത്ര കോസ്റ്റ് ആയെന്ന് എനിക്കറിയാം. കാരണം ഞങ്ങളുടെ ഒരു മീറ്റിംഗിൽ ആന്റണി വന്ന് സംസാരിച്ചിരുന്നു. ഞാനത് പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇത് അങ്ങനെ സൗഹൃദത്തിൽ പറഞ്ഞപ്പോൾ അത് പരസ്യമായി പറഞ്ഞത് ആന്റണിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ആന്റണി അങ്ങനെ FB പോസ്റ്റ് ഇട്ടിട്ട് ഇപ്പൊ എന്താണ് അത് പിൻവലിച്ചത്? അതിന് കാരണമുണ്ട്. അദ്ദേഹം ആ സംഘടനയിലെ സജീവ അംഗമാണ്. ഏത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ അവിടുത്തെ നേതൃത്വം പറയാണ് 7 ദിവസത്തിനകം ഈ പോസ്റ്റ് പിൻവലിക്കണമെന്നൊരു കത്ത് കൊടുത്താൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട അംഗമെന്ന നിലയ്ക്ക്, ആ സംഘടനയോട് കൂറ് പുലർത്തുന്ന അംഗമെന്ന നിലയ്ക്ക് അത് പിൻവലിച്ചു. പിന്നെ 27-ാം തീയതി സൂചനാ പണിമുടക്ക് എന്ന് പറയുന്നത് അത് വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടിയല്ല ആദർശേ, ആ പടത്തെ തകർക്കാൻ വേണ്ടിയല്ല. അതിന്റെ എന്താണ് കാര്യമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഒരു വലിയ സിനിമ വരുന്നു, അതിനു മുമ്പ് ആ വരുന്ന ദിവസം ഒരു സൂചനാ പണിമുടക്ക് നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിലേക്ക് പ്രഷർ കൊടുക്കുക. സർക്കാരിന് കോടിക്കണക്കിന് രൂപ ടാക്സ് വരുന്ന ഒരു സംഭവമാണല്ലോ ഒരു സിനിമ, വലിയ സിനിമ വരുമ്പോൾ. അപ്പോൾ അങ്ങനെ ഇത് പ്രഷർ കൊടുത്തുകൊണ്ട് പ്രൊഡ്യൂസേഴ്സിന്റെ കാര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള ഒരു കാര്യം കൂടിയാണ് അതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ സുരേഷ് കുമാറിന് ആന്റണി പെരുമ്പാവൂരിനോ അല്ല, അത് കുറച്ചുകൂടെ ജനകീയമായ രീതിയിൽ സമരം നടത്തിക്കൂടെ എന്നുള്ളൊരു ചോദ്യം കൂടി ആദർശ് ചോദിക്കുന്നുണ്ടല്ലോ. ഈ സിനിമ ഒന്നടങ്കം പൂട്ടിക്കെട്ടിയിട്ട് വേണോ, അതല്ലാതെ സമരം നടത്തിക്കൂടെ? ആ സമരമൊക്കെ അവർക്കും ചെയ്തു നോക്കിക്കൂടെ എന്നുള്ളൊരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ ജനങ്ങൾക്കൊക്കെ തോന്നും. അല്ല, സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമ നിർത്തിവെക്കുന്നു എന്ന് പറയുമ്പോൾ അത് സർക്കാരിനൊരു വരുമാന നഷ്ടമാണ്. ഇപ്പോൾ ആശാ വർക്കേഴ്സ് സമരം ചെയ്താലും അതിനെ നോക്കാതിരിക്കുന്ന, മൈൻഡ് ചെയ്യാതിരിക്കുന്ന ഒരു സർക്കാരുണ്ട്. അതേപോലെ പോയി സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ കിടന്ന് സമരം ചെയ്താൽ അവരത് അവിടെ നടക്കട്ടെ എന്ന് വിചാരിക്കും. എന്നാൽ ഈ സംഭവം ഒന്ന് നിർത്തിവെച്ചാൽ സർക്കാരിന് കിട്ടുന്ന വരുമാനത്തിൽ കുറവ് വരുമെന്ന് കരുതി അങ്ങനെ പ്രഷർ കൊടുത്തുകൊണ്ട് സർക്കാരിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു ശ്രമമായി കൂടെ അത്. അല്ലാതെ ഉടനെ എല്ലാം പൂട്ടിക്കെട്ടി സിനിമ നിർത്തിക്കളയും എന്ന് വിചാരിക്കുന്ന ഒരു കാര്യമല്ല. പ്രതീക്ഷയിലൂടെ സമയപരിമിതി ഉണ്ട്, പ്രതീക്ഷയിലൂടെ ഒന്ന് അവസാനിപ്പിക്കാം. പ്രതീക്ഷ അതിനോട് യോജിക്കുന്നു അല്ലേ? ശ്രീ ജോസ് തോമസ് പറഞ്ഞതിനോടോ അതോ ആദർശ് പറഞ്ഞതിനോടോ? ഇതിൽ എന്താ സംഭവം എന്ന് വെച്ചാല് ഇവർ രണ്ടുപേരും അവർക്ക് പറയാനുള്ള വ്യക്തിപരമായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടതുള്ളത്, സിനിമ PRO എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം മോഹൻലാൽ സാറിന്റെ പടമായിരുന്നാലും മമ്മൂട്ടി സാറിന്റെ പടമായിരുന്നാലും ഒരു പുതുമുഖത്തിന്റെ പടമായിരുന്നാലും തിയേറ്ററിൽ അത് കളിച്ച് അത് ഹിറ്റായാൽ മാത്രമേ, നമ്മൾ അതിന് മുമ്പ് പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇന്റർവ്യൂ വരെ കൊടുക്കും. ആ ഇന്റർവ്യൂവിന് റീച്ച് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണമെങ്കിൽ ആ സിനിമയും ഹിറ്റാവണം. അല്ലെങ്കിൽ അതൊരു വേറൊരു രീതിയിൽ എന്തെങ്കിലും കോമഡിയോ അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും കോണടിക്കുന്ന സംഭവങ്ങൾ വേറെ ആരെങ്കിലും കുറ്റം പറഞ്ഞ് എന്തെങ്കിലും വിവാദം ഉണ്ടാക്കുകയോ വേറെ എന്തെങ്കിലും ഹ്യൂമർ ആയിട്ടുള്ള സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ ഇതാവത്തുള്ളൂ. അല്ലാതെ ആ സിനിമയുടെ കണ്ടന്റ് വെച്ചിട്ടുള്ള സാധനം കയറി പോകണം എന്നുണ്ടെങ്കിൽ, പലരും പറയും സിനിമ ഇതെടുക്കുന്ന ആൾക്കാർ ഇതിനെപ്പറ്റി ചോദിക്കുന്നില്ല. ഞാനിപ്പോൾ ഈ ഒരു അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു സിനിമ തന്നെ ഹിറ്റാണ്, പക്ഷെ അതിലെ വില്ലന്മാരും വില്ലത്തികളും എന്ന് പറയുമ്പോഴേക്കും അയ്യോ അവർ പുതുമുഖങ്ങളല്ലേ ഞങ്ങൾക്ക് വേണ്ട. പക്ഷെ സിനിമ ഇറങ്ങി കഴിയുമ്പോഴേ വില്ലന്മാരെ കിട്ടുമോ വില്ലത്തികളെ കിട്ടുമോ ഇങ്ങോട്ട് വിളിക്കുന്ന ഒരു ആവശ്യകതയാണ് വരുന്നത്. പക്ഷെ അവിടെ എന്താണ് ആവശ്യം? അവരിലെ കണ്ടന്റ് മനസ്സിലാക്കാൻ നോക്കുന്നില്ല, ഈ പറയുന്ന കാര്യം മനസ്സിലാക്കത്തില്ല. പക്ഷെ കണ്ടന്റ് വന്നതിന് ശേഷം അവരെ തേടി പോകുന്ന ഒരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
അത് സിനിമ നല്ലതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സിനിമയുടെ കണ്ടന്റിനും റീച്ച് കിട്ടും. അതുപോലെ ഈ സിനിമയ്ക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. പിന്നെ ഞാൻ നേരത്തെ വീണ്ടും പറയുന്നത്, ഇവർ രണ്ടുപേരും പറഞ്ഞ കാര്യത്തിൽ സംഘടനയ്ക്കകത്ത് നിൽക്കുമ്പോഴേക്കും ഞാനിപ്പോൾ ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ തീരുമാനങ്ങൾക്കനുസരിച്ചിട്ടേ എനിക്ക് ഇവിടെ നിന്ന് സംസാരിക്കാൻ വേണ്ടി പറ്റുള്ളൂ, എനിക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾക്ക് പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഓരോ സംഘടനയും. അവര് പിന്നെ ആന്റണി ചേട്ടനായിരുന്നാലും സുരേഷ് ചേട്ടനായിരുന്നാലും സമയപരിമിതി കൊണ്ടാണ് ഇത്. ഏതായാലും ഇനി സിനിമ ചർച്ചയുമായിട്ടും സമരവുമായിട്ടും ഒക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പന്ത് സർക്കാരിന്റെ കൂട്ടിലാണ്. ഇതുവരെ സർക്കാർ എടുത്തത് സംഘടനകൾക്ക് തമ്മിലുള്ള തർക്കം പാളയത്തിൽപ്പെട തീർക്കട്ടെ എന്നുള്ളതാണ്. അത് ഏത് തരത്തിലാണെന്നറിയാം. നമ്മളെന്നാലും പ്രേക്ഷകരോട് ചോദിച്ചു, ഇത് കഥ അറിയാതെ ആട്ടം കാണുന്ന പ്രേക്ഷകരുണ്ട്. ഏതായാലും നല്ല സിനിമയാണെങ്കിൽ പോയി മാത്രം പടം കാണുന്ന പ്രേക്ഷകർ മുട്ടുകുത്തിയത് താരങ്ങളാണോ എന്ന് ചോദിക്കുമ്പോൾ ആണ് എന്ന് വിശ്വസിക്കുന്നു 72% പ്രേക്ഷകരും. സിനിമാ മേഖലയിലുള്ളവർക്ക് അതിൽ വിയോജിപ്പുണ്ടാവും. ഏതായാലും ക്ലൈമാക്സും ആൻറ്റി ക്ലൈമാക്സും പലതായിട്ട് നടക്കട്ടെ. ഏതായാലും വളരെയധികം നന്ദി ശ്രീ വിനു കിരിയത്ത്, ആദർശ് പ്രതിശേഖർ, ഒപ്പം ശ്രീ ജോസ് തോമസ് ഈ ചർച്ചയ്ക്കൊപ്പം ചേർന്ന് പൂർണ്ണമാകുന്നു.